സോ ഗൈസ് ഒഫീഷ്യലി വെൽക്കം ബാക്ക് ഞങ്ങളുടെ കട്ടൻ ചായ ഡബിൾ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ 2. ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു 10 സെക്കൻഡിൽ പറയുവാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്. സോ ഞങ്ങളുടെ ഇമ്മെച്യൂർ ആയിട്ടുള്ള ഞങ്ങളുടെ ഫുള്ളി ഇവോൾവ് അല്ലാതെ ഞങ്ങളുടെ തോട്ട്സ്, ഞങ്ങളുടെ ഒപ്പീനിയൻ ചില ടോപ്പിക്കുകളിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചില ടോപ്പിക്കുകളിൽ ഞങ്ങളെല്ലാവരും ഓരോരോ ടോപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഈ പാനലിൽ 5 പേരുണ്ട് നിങ്ങൾ ഈ ക്യാമറ നോക്കുവാണെങ്കിൽ. സോ ഞങ്ങളുടെ കുറച്ച് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് ദെൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടോപ്പിക്കുകളും ഉണ്ട്. ഇന്ന് ഞങ്ങൾ ടോപ്പിക്കുകൾ വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇറാൻ മാസക്കർ. ഇപ്പോൾ ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്ന ഒഫീഷ്യലി ജാനുവരി 16. സോ ഇപ്പോൾ ഒരു വലിയ ഹോട്ട് ടോപ്പിക്ക് ലോകത്ത് നടക്കുന്നതാണ്. ഇറാനിൽ നടക്കുന്ന സംഭവത്തിൽ അതിലെ ആൾക്കാരുടെ തോട്ട്സ് ഒപ്പീനിയൻ എനിക്കൊന്ന് 2500 to 13,000-14,000 പേര് കില്ല് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് നമ്പർ എന്ന് അറിയത്തില്ല. പക്ഷേ അത്രയും പേര് ഗവൺമെൻറ് കൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ US വലിയ ഡിബേറ്റ് എടുക്കുവാണ്, ഗവൺമെൻറ് ഇൻവോൾവ് ആവേണ്ടയോ, ലെറ്റ് ദം ഡൂ ദിസ് ഓർ ലൈക്ക് ഞങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഞങ്ങളതിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിമറിക്കണോ, ആ ഒരു ഡിബേറ്റ് അവിടെ നടക്കുന്നു. ലോകം മുഴുവൻ ഒരു സംസാരിക്കുന്ന ടോപ്പിക് അത്. സോ അതിൽ ഞങ്ങളുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ പറയുന്നുണ്ടാവും. മേ ബി നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. സോ ലെറ്റ് us know എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് വേറൊരു ടോപ്പിക്ക്, സോ ഞങ്ങൾ ഒഫീഷ്യലി ഉള്ളത് കാനഡയിലാണ്. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. സോ ഈ ഒരു കൺട്രിയിൽ നമ്മുടെ ലോക പ്രസിഡന്റായ കാർണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്റർ, പുള്ളിയുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ചൈനയായിട്ടുള്ള ഒരു അവരുടെ റിലേഷൻഷിപ്പ് അത് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. സോ ഇനി ഞങ്ങൾക്ക് US ഹെൽപ്പ് വേണ്ടല്ലേ, ഞങ്ങളൊരു പുതിയ വേൾഡ് ഓർഡറിലേക്കാണ് പോകുന്നത്. സോ അതിൽ ഞങ്ങളുടെ തോട്ട്സ് വരുന്നുണ്ടാവും. മേ ബി കാർണി പറയുന്നത് കറക്റ്റ് ആയിരിക്കും. മേ ബി ആക്ച്വലി കാനഡ വലുതായി മേ ബി ടോപ്പ് 10 കൺട്രികളിലായി കാണും. സോ അതിന് തോട്ട്സ് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ അത് സ്പോർട്സ്, എനിക്ക് ഒട്ടും അറിയാത്ത ടോപ്പിക്ക്. സോ റിയൽ മാഡ്രിഡ് എങ്ങനെയാണ് പേര് പറയുന്നത്? എൽ ക്ലാസിക്കോ. പുള്ളിയുടെ പേരെങ്ങനെ? സാബി അലോൺസോ. സോ പുള്ളി എനിക്കൊന്ന് അവിടെ എന്തോ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ആ ഒരു എന്തായിരുന്നു സംഭവം കറക്റ്റ് എങ്ങനെയാണ്? അതായത് കോച്ചിനെ സാക്ക് ചെയ്തല്ല, കോച്ച് ക്ലബ്ബ് മ്യൂച്വലി എഗ്രി ചെയ്ത് പിരിഞ്ഞു. ഓക്കെ, ഒരു മാച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ. ഓക്കെ, അതിൽ ബെൻസ്ബായുടെ തോട്ട്സ് ഒപ്പീനിയൻ അതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ സ്പോർട്സിൽ ഭയങ്കര ഇതാണല്ലോ. പിന്നെ സോ അത് ബൈ ദ വേ ഷൈനോടെ ടോപ്പിക്കാണ്. ഷൈനും വൈഷൈനും നന്നായിട്ട് സ്പോർട്സും സംഭവം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവം. എസ്പെഷ്യലി അവർ വലിയ റിയൽ മാഡ്രിഡ് ഫാൻസാണ്. സോ അത്. ആൻഡ് ദെൻ ഷൈനോടെ ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൻസ്ബായ ടോപ്പിക്ക് ഹീറോസും ഹീറോയിനും തമ്മിലുള്ള പേ ഗ്യാപ്പ്. ആ ഒരു ടോപ്പിക്ക് കുറേ നാളുകളായിട്ട് ചർച്ചയിലുണ്ട്. ബട്ട് ദെൻ ഇന്ന് ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നത്, ഞങ്ങളുടെ തോട്ട്സ് എന്താണ്? ഹീറോയിൻ തമ്മിലുള്ള ഗ്യാപ്പ് അത് കുറഞ്ഞു വരുന്നുണ്ടോ, അതിനെന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അതോ സ്റ്റിൽ ആ ഒരു ഗ്യാപ്പ് അതുപോലെയൊക്കെ തന്നെ ഉണ്ടോ? ഞങ്ങളുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ. ആൻഡ് ആക്ച്വലി ആ ഗ്യാപ്പ് ഉണ്ടാവുന്ന നല്ല കാര്യമാണോ? മേ ബി ചില കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് അവിടെ ഉണ്ടാവും, അത് നമുക്ക് കണ്ടറിയാം. ആൻഡ് ഫൈനൽ ടോപ്പിക്ക് സംഗീതിൻ്റെ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് കാനഡ വെൻ യു അറൈവ്ഡ് ഇൻ ദിസ് കൺട്രി. സോ ഞങ്ങളുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ ഞങ്ങൾ ആദ്യമായിട്ട് ഈ കൺട്രിയിൽ വന്നപ്പോഴുള്ള അത് ടൈമിൻ്റെ പോയത് എങ്ങനെ, അത് ഞങ്ങൾ ജസ്റ്റ് ഒരു തോട്ട് പോലെ അല്ലെങ്കിൽ ക്വിക്ക്ലി റാപ്പ് ചെയ്ത് ഞങ്ങളുടെ അതിൽ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ പറയുന്നുണ്ടാവും. സോ അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കുകൾ. വേറെ ഒന്നും ഫോർമാലിറ്റിയിൽ നിൽക്കാതെ നമുക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദെൻ മേ ബി പൊളിറ്റിക്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. സോ ഇറാൻ മാസക്കർ. സോ ഇറാനിൽ ഇപ്പോൾ എനിക്ക് ലൈവായിട്ട് നമ്പർ എനിക്കറിയത്തില്ല. ഞാൻ റീസെൻ്റ്ലി നോക്കിയപ്പോൾ എനിക്ക് വന്ന 10,000 അടുത്ത ആൾക്കാർ സിംപ്ലി ബിക്കോസ് സിസ്റ്റത്തിനെതിരെ സ്റ്റാൻഡപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് മാസക്കർ ചെയ്തു, ഇല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് ആദ്യം വാണിംഗ് കൊണ്ട് ഒബ്വിയസ്ലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് ഡയറക്ട്ലി കില്ലിങ്. ആൻഡ് എനിക്ക് തോന്നുന്നത് സോ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ആൻഡ് ദെൻ അതിൽ വേറെ കൺട്രികൾ ഇൻഫ്ലുവൻസ് ആവണോ, അതോ അവിടുത്തെ ആൾക്കാരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ലെറ്റ് ദം ഡു ദെയർ തിങ്, ആ ഒരു ഡിബേറ്റും ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിതിൽ എസ്പെഷ്യലി ഇട്ടേക്കുന്ന ഇതിൻ്റെ ഒരു ആംഗിൾ, ഷുഡ് US ഇൻവോൾവ് ആവണോ അതോ US ഇൻവോൾവ് ആവാതിരിക്കണോ? സോ അതാണ് തോട്ട്സ്, അതാണ് ഒരു സംഭവം. സോ എൻ്റെ ഇതിൽ കുറച്ച് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ മേ ബി നമുക്ക് പാനലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സംഗീൻ്റെ തോട്ട്സ് എന്താ? ഇറാനിൽ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഞാൻ പറയണേ സംഗീതിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയട്ടെ, ബാക്കി കുറച്ച് പേര്. ഓക്കെ, പക്ഷേ ജസ്റ്റ് ഒരു എനിക്കൊന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷേ ഇറാനിൽ ബേസിക്കലി അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ ആൾക്കാർക്ക് കുറേ നാൾ ബേസിക്കലി ഒരു കിങ് അല്ലാതെ ബട്ട് ദെൻ കിങ് ആണ്. ഹുമൈനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അവിടുത്തെ ഒരു എംപറർ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ആൾ. പുള്ളി റിലീജിയസ്ലി ഇല്ലെങ്കിൽ പുള്ളി ഇന്നവേ ഗോഡ് പോലെയൊക്കെ തന്നെയാണ് ആ ഒരു സൊസൈറ്റിയിൽ വരേണ്ടത്. അങ്ങനത്തെ ഒരു ഇതിലുള്ള ആളാണ്. പുള്ളി പറയുന്ന ആൾക്കാർ കേൾക്കണം. അവിടെ ബില്യനേഴ്സ് ഇല്ല, അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു സമയത്ത് ഭയങ്കര വലിയൊരു കൺട്രി ആയിരുന്നു ഇറാൻ. ഇപ്പോൾ ഇങ്ങനെ ആയി പോയത്. അപ്പോൾ ഈ ഒരു റെജീമും സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരുടെ ഓപ്പറേഷൻ, അവിടുത്തെ സംഭവങ്ങൾ. ഈവൻ റീസെൻ്റ്ലി അവിടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തായിരുന്നു. ഇൻ്റർനെറ്റ് സംഭവം അവിടുത്തെ ന്യൂസൊന്നും സംഭവം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ ന്യൂസ് എന്ന് വെച്ചാൽ ലൈവ്. സോ ആൾക്കാർക്ക്
എങ്ങനെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്കും അറിയത്തില്ല. ബട്ട് ദെൻ ആൾക്കാർ ഫൈനലി പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല. ആൾക്കാർ റോട്ടിൽ ഇറങ്ങി തുടങ്ങി, ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സിസ്റ്റം ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ള സംഭവം വന്നു തുടങ്ങി. ലോകം മുഴുവൻ ന്യൂസ് വന്നു. മേ ബി ഈ ഒരു ടൈമിൽ ഗവൺമെൻറ്റിനെ ആക്ച്വലി ആൾക്കാർ ടേക്ക് ഡൗൺ ചെയ്യും. മേ ബി പുതിയ ലീഡർ വരും. കാര്യം ഈ ഹൊമൈനി എന്ന് പറഞ്ഞ ലീഡർ കുറേ വർഷങ്ങളായിട്ടുണ്ട്, പുള്ളി മാറിയിട്ടില്ല. ഇനി വരാൻ പോവുകയാണെങ്കിലും പുള്ളിയുടെ മകൻ അല്ലെങ്കിൽ അടുത്ത ആളെ വരത്തുള്ളൂ. ആൻഡ് അത് ഡെമോക്രസി അല്ല, സത്യം പറഞ്ഞാൽ സോഷ്യലിസം അല്ല, അതൊരു വേറെ ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കുവാണ്. ആൻഡ് ദെൻ റീസെൻ്റ്ലി ട്രംപ് ട്വീറ്റ് ചെയ്തായിരുന്നു, ആൾക്കാരുടെ മേത്ത് കൈവച്ച് തുടങ്ങിയ US ഇൻവോൾവ് ആവുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ എനിക്കൊന്ന് റീസെൻ്റ് റിപ്പോർട്ട് വരുന്ന 10,000-ത്തിനടുത്ത് ആൾക്കാരെ ലൈവായിട്ട് പുഷ് നിലവിൽ അത് കൂടിക്കൊണ്ടിരിക്കുക. സോ അതിൽ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ. മേ ബി ഷൈനോയിലേക്ക് പോവാം. സോ ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യം ഒട്ടും നല്ലതല്ല. ആ ഒരു ഇസ്ലാമിക് റെജീം അവിടുത്തെ ആൾക്കാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ ഹിസ്റ്റോറിക്കലായി കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഒരു പ്രസിഡൻ്റ് ആയിരുന്നു, ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്തൊരു പ്രസിഡൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ പുള്ളിയെ അട്ടിമറിച്ച് അയാളെ മറിച്ചിട്ടിട്ടാണ് ഈ പുതിയ ഒരു ഇത് വന്നത്. അതെങ്ങനെ അവിടെ വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല പറഞ്ഞു. ഇല്ല. അത് ഏത് സമയത്തായിരുന്നു? 1951 അയാൾ എലക്റ്റായി. 1951 ഇറാനും US ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. ഇറാന് യൂസ് ആയിട്ടില്ല, അത് ഇറാഖ്. സോറി, ഇറാഖ്. US-ന്റെ എന്തോ ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു. 1951 ഈ പുള്ളി പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തു. ഡെമോക്രാറ്റിക്കലി ഇലക്ഷൻ വെച്ച് ഫെയർ ആയിട്ട് എലക്ട് ചെയ്തു. അയാളടുത്ത് പ്രസിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അയാൾ ചെറിയൊരു പോളിസി മാറ്റി. അയാൾ പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ അടി കിടക്കുന്ന ഓയിലും മിനറൽസും റിസോഴ്സും ഒക്കെ ഇറാനിലെ ആൾക്കാർക്കുള്ളതാണ്, പുറത്തെ രാജ്യക്കാർക്കുള്ളതല്ലെന്നൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിഷ്ടപ്പെട്ടില്ല ആർക്ക്? US, ബ്രിട്ടൻ. അത് ഇഷ്ടപ്പെട്ടില്ല. 1953 അപ്പോൾ CIA-യും MI6-ഉം കൂടി അയാളെ മാറ്റി. അയാളെ കൊന്നിട്ട് അവരുടെ ആളെ വെച്ചു. അതാണ് ഇപ്പോഴത്തെ, അല്ല അത് കഴിഞ്ഞുള്ള ആളാണ് ഇപ്പോൾ ഇരിക്കുന്ന ആൾ. അപ്പോൾ എന്തുവാ, ഒരു ഷാ ഇറാൻ എന്ന് പറയുന്നൊരു രാജാവായിരുന്നു ആ സമയത്ത്. ഇയാളെ മാറ്റി കഴിഞ്ഞപ്പം US വെച്ചത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഇറാനിലെ കുഴപ്പങ്ങൾ. അപ്പോൾ ബേസിക്കലി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഫെയർ ഇലക്ഷൻ വഴി എലക്റ്റായ പ്രസിഡൻ്റ് ആയിരുന്നു. അവിടെ പ്രസിഡൻ്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണെന്ന് അറിയില്ല, എന്തായാലും ഇലക്ഷൻ വെച്ച് സെലക്ട് ചെയ്ത ആളായിരുന്നു പുള്ളി. പുള്ളിയെ മാറ്റിയിട്ട് US കമ്പനീസിനും പിന്നെ ബ്രിട്ടീഷ് എംപയറിനും ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ ഇവർ കൊണ്ടുവച്ചു, CIA-യും MI6. അത് പക്ഷേ ഇത് കോൺസ്പിറസി ഒന്നുമല്ല, ഇത് എല്ലാത്തിനും ഇതുള്ള, അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, അപ്പോൾ തന്നെ കിട്ടും. കോൺസ്പിറസി ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഈ പ്രശ്നം ഇപ്പം തുടങ്ങാൻ കാരണം തന്നെ US ആണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ അവർ ഇപ്പോഴത്തെ ഇറാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. അവിടെ ആൾക്കാർക്കൊന്നും ഫ്രീ സ്പീച്ച് ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല. അവിടുത്തെ ഇൻ്റർനെറ്റ് ഒരാഴ്ചയായിട്ട് തന്നെ കട്ടായി കിടക്കും. അപ്പോൾ അവിടുത്തെ ന്യൂസ് ഒന്നും പുറത്ത് വരുന്നില്ല. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇന്റർനെറ്റ് റീസ്റ്റോർ ചെയ്യാൻ എന്തോ അല്ലേ ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് അങ്ങോട്ട് ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും പുറലോകത്തൊന്നും അറിയത്തില്ല. അത്രയ്ക്ക്. പക്ഷേ ആ US അവിടെ ആളെ വെച്ചത് അത് എന്തിനു വേണ്ടിയിട്ടാ? ഓയിൽ വേണ്ടിയിട്ട്. US കമ്പനീസിന് ഫേവറബിൾ ആയിട്ടുള്ള ഇതൊക്കെ ഇടുന്നത്. കാരണം അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു ഇറാനിലെ സ്വത്തൊക്കെ ഇറാനിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാ, അത് പുറത്തുള്ള ആർക്കും തരത്തില്ലെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ വെനസ്വേലയാണല്ലോ എവിടെയാണല്ലോ നടക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവിടുന്ന് കൂടുതലും ട്രേഡ് നടക്കുന്നത് ചൈനയിലേക്കാ, US-ലേക്ക് കൂടുതൽ ട്രേഡ് നടക്കുന്നില്ല ഇപ്പോഴോ കമ്പാരിറ്റീവ്ലി. അത് പറഞ്ഞാൽ ഇപ്പൊ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ US വെച്ച ആളില്ലേ, അയാളെ അട്ടിമറിച്ചിട്ട് വെച്ച ആളാണ് ഇപ്പൊ ഇരിക്കുന്ന ആള്. ഓക്കെ, അയാളെ മറിച്ചിട്ടിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി ഇപ്പൊ ഇറാൻ. ഈ പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ സന്തോഷത്തിനാണ് ചെയ്യുന്നത്. ഇപ്പൊ ചൈനയ്ക്ക് ഇപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. ഇറാനിൽ രാജ്യം എവിടെ പോകണമെന്നുള്ള അവർ തീരുമാനിക്കും. ചൈനയ്ക്ക് വേണമെങ്കിൽ ചൈനയ്ക്കും, റഷ്യക്ക് വേണമെങ്കിൽ റഷ്യക്കും. റഷ്യയും ചൈനയാണ് അവരുടെ അലൈസ്. അപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതിപ്പോൾ ചൈനയ്ക്ക് കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ US കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ രാജ്യം എടുത്തു എന്നൊക്കെ പറയുന്നത് അത് എല്ലാത്തും ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ US ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇടപെടണം. കാരണം ഇപ്പോൾ ഇറാനിലെ ഇപ്പോഴത്തെ റെജീം മാറ്റുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. കാരണം ഇപ്പം US-നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, US-നെതിരെ അവർ. പിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇസ്രായേലിനും ഫേവറബിൾ ആയിട്ടുള്ളൊരു റൂളറിനെ അവിടെ വെക്കണം എന്നുള്ള ഇപ്പോൾ ഇവരുടെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും അവർ ഒരു വാർ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ട്. US ഇപ്പോൾ അവിടുത്തെ ഇയാളെ മാറ്റാൻ US സഹായിക്കുവാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അടുത്ത ലീഡറിനെ അവിടുത്തെ ആൾക്കാർ സെലക്ട് ചെയ്യാൻ സമ്മതിക്കണം. അല്ലാതെ ഇവർക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് വെക്കരുത്. പകരം അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഫെയർ ഇലക്ഷൻ വഴി ഒരാളെ സെലക്ട് ചെയ്യാൻ സമ്മതിക്കണം. വെനസ്വേലയിൽ ഇപ്പോൾ അതല്ലേ ഇത്? വെനസ്വേലയിൽ ഓൾറെഡി അവിടെ ഇരുന്ന വൈസ് പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പവർ കൊടുത്തത് അതിന് മുന്നേ. അല്ലെങ്കിൽ ശരിക്കും ഇലക്ഷൻ പോയി അവിടെ രണ്ടാം നിൽക്കുന്ന ആളിലോട്ട് വരണ്ടേ. പക്ഷെ അങ്ങനൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഓൾറെഡി അവിടെ തന്നെ ഇവർ വെച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളെ വെക്കാതെ അവിടുത്തെ ആൾക്കാർക്ക്
ഫെയർ ഇലക്ഷൻ വഴി ഒരാളെ വെക്കാൻ സമ്മതിക്കണം യു എസ് ഇസ്രായേലും. അത്രേ ഉള്ളൂ എനിക്ക്. അതാണ് എൻ്റെ തോട്ടത്തിൽ നിന്ന്. വൈശാഖിൻ്റെ ടേക്ക്. ഞാൻ പറയുകയാണെങ്കിലും US ഇൻവോൾവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇൻവോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് മിലിറ്ററി ത്രൂ ആണ്, അങ്ങനെ ഒരു ഫൈറ്റ് ത്രൂ റിസോൾവ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അതല്ല, ഇപ്പം പറഞ്ഞ പോലെ അവിടുത്തെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ പോയി അവിടുത്തെ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് US ചെയ്യുന്നതെങ്കിൽ എനിക്ക് നീ US ഇൻവോൾവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് എന്തുവാ? അവരുടെ ഏത് രീതിയിലുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിൽ സോ മിലിറ്ററി എൻഗേജ് ചെയ്ത് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്നാണോ? അതോ കാര്യം ഇത് ഈ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രംപിൻ്റെ ട്വീറ്റ് ആയിരുന്നു, ഇഫ് ഇറാൻ ഷോട്ട്സ് ആൻഡ് വയലൻ്റ്ലി കിൽസ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റേഴ്സ് which is their custom, the United States of America will come to their rescue. We are locked and loaded and ready to go. Thank you for your attention to this matter. President Donald J. Trump. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ട്വീറ്റ് ആയിരുന്നു, സംഭവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കില്ലിങ് സ്റ്റാർട്ട് ചെയ്തു, ആൾക്കാരെ കൊന്നു എന്നുള്ള റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് 2500 പേരെ കൊന്നു എന്നാണ് ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് വരുന്നത്. ചില ആൾക്കാർ പറയുന്നത് 10, 11, 12,000 നമ്പർ അറിയില്ല ഇപ്പോഴും. കറക്റ്റ് നമ്പേഴ്സ് അറിയില്ല. അവർ ഒബിയസ്ലി അവരല്ലേ പുറത്തു വിടണ്ടേ, റാൻലാരെ സർവേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2500 വരുന്നത് മിനിമം അത്രയും വരുന്നുണ്ടെന്ന് എല്ലാ സോഴ്സും പറയുന്നുണ്ട്. പക്ഷേ അതിന് മുകളിലേക്കാണ് ബാക്കി നമ്പേഴ്സ്. ലെറ്റ്സ് 2500 പേര് മരിച്ചു. അത് ഒരാഴ്ചയിൽ ഗവൺമെൻറ് കൊന്നു ആൾക്കാരെ റോട്ടിൽ കൂടെ. അതിൻ്റെ വീഡിയോസ് നമുക്ക് ട്വിറ്റർ നോക്കിയാൽ കാണാൻ പറ്റും. കാര്യം ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും എനിക്കൊന്ന് ചില ആൾക്കാർക്ക് ആക്സസ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റും. റോട്ടിൽ കൂടെ നടന്നിട്ട് ബും ബും ബും. അത് കഴിഞ്ഞിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ട്വീറ്റാണ്, ഇറാനിയൻ patriots കീപ് പ്രൊട്ടസ്റ്റിംഗ്, ടേക്ക് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, സേവ് ദി നെയിംസ് ഓഫ് ദി കില്ലേഴ്സ് ആൻഡ് അബ്യൂസേഴ്സ്, they will pay a big price. I have cancelled all meeting with Iranian officials until the senseless king of protesters stops. Help is on its way. MEGA. President Donald J. Trump. MEGA, make Iran great again. So അതാണ് നിലവിലത്തെ അവിടുത്തെ അവസ്ഥ. സോ US നടക്കുന്ന ഡിബേറ്റ് എന്ന് വെച്ചാൽ US ഇൻവോൾവ് ആവണോ, അതോ അവർ തന്നെ മേ ബി സോൾവ് ചെയ്യണോ, അതോ ലൈക്ക് എന്തിനാണ് നമ്മൾ ഇൻവോൾവ് ആകാൻ പോകുന്നത്. നമ്മൾ ഇൻവോൾവ് ആകാൻ പോയിട്ടുണ്ടെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ പറയും, പക്ഷേ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ സോൾവ് ചെയ്തോളാം, അതിനോ നിങ്ങൾ എന്തിനാ ഇതിലേക്ക് കയറി വരുന്നത് എന്നുള്ളത് വരുമോ, അതോ ഇൻവോൾവ് ആവണോ. ട്രംപിൻ്റെ ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി തുടക്കം പോലെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇൻവോൾവ് ആകത്തില്ല as long as ആൾക്കാരുടെ മേത്ത് കൈവച്ചാൽ അമേരിക്ക വരും, പക്ഷേ ഞങ്ങളുടെ ബൂട്ട്സ്. അപ്പോൾ USA ആൾക്കാരെ കൊല്ലുന്നത് പോലീസുകാർ, അപ്പോൾ അതിനെന്താ പ്രതികരിക്കാത്ത US പ്രസിഡന്റ്? ഈ സെയിം സംഭവം US നടന്ന് ആലോചിക്കുക. പോലീസ് നടന്നിട്ട് ഡുൺ കഴിഞ്ഞ ആഴ്ച വന്നറിഞ്ഞില്ലേ ഒരാളെ കൊന്നതിന് എന്താണെന്ന്. ഒന്നല്ല, ഒരാളെ അല്ല, ഒന്നിൽ കൂടുതൽ ആളെ മിനസോട്ട തന്നെ വന്നു. ഒരാളെ കൊന്ന ആളെ പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യുന്നല്ലോ. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ US ഒരാളെ കൊന്നതിന് എന്തായിരുന്നു, ഇത് 2500 പേരാ. ഒരാളെ കൊന്നതിന് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യുന്നു, കൊന്നോളാനാ പറഞ്ഞത്. അത് ആക്ച്വലി വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പറയുന്നത് പ്രസിഡന്റ് അപ്പോൾ അപ്പുറത്തെ ആരെയും നോവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുമല്ലോ. ആൾക്കാരെ പറ്റി കയറിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് എന്തൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. സോ അതിൽ വൈശാഖിൻ്റെ ടേക്ക്. ഞാൻ അതാ പറഞ്ഞത്, ഇവർക്ക് മിലിറ്ററി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് യൂസ് ചെയ്ത് US സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറയല്ല. ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടെ പവർ ആൻഡ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് എൻ്റെ ഒരു ടേക്ക്. അവിടെ ഒട്ടും ഫ്രീഡം ഇല്ലെന്ന് കേട്ടുള്ളൂ. ഈവൻ ഞാൻ കേട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾക്കൊന്നും ഈ ഹിജാബ് ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങണമെങ്കിൽ ഇട്ടിരിക്കണം. അതിൻ്റെ പ്രൊട്ടസ്റ്റ് ചെയ്യടൊക്കെ ഉണ്ടായിരുന്നു. അവർ ഹിജാബ് എല്ലാം എടുത്ത് കത്തിച്ച് കളയുന്ന ഒരു ഇതൊക്കെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത്രയും ഫ്രീഡം ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മിലിറ്ററി സപ്പോർട്ട് US എന്തായാലും കൊടുക്കണം. ട്രംപ് എന്തായാലും ഓൾറെഡി നൈജീരിയ ടെററിസ്റ്റ് രക്ഷിച്ചതാണ്. അപ്പോൾ അവിടെ എനിക്ക് അതിൻ്റെ പുറമെ നൈജീരിയയിലേക്ക് ആയിട്ട് എന്തെങ്കിലും പുള്ളിയുടെ ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഒന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ നിന്ന് ആളുകളെ എന്തായാലും പുള്ളി സേവ് ചെയ്തു. ഒരുപാട് അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുമായിരുന്നു. ഒരു ആളുകളെ തോക്കിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഇങ്ങനെ ഓരോന്നൊക്കെ പറയിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെ അങ്ങനെ സേവ് ചെയ്യട്ടെ, മിലിറ്ററി സപ്പോർട്ട് ട്രംപ് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അവർ ഫ്രീഡം അനുഭവിക്കട്ടെ, അവർ മനുഷ്യരില്ലേ. അതാ പ്രശ്നം. ഇപ്പം മിലിറ്ററി ഇറങ്ങി ഫോഴ്സ് ചെയ്ത് അവിടുന്ന് ഒരാളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ അടുത്തത് വരാൻ പോകുന്നത് ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പറഞ്ഞത് ഒരു കൺട്രി എന്ന നിലയിൽ ആ കൺട്രിയിലെ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ പുള്ളിയുടെ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഞാൻ നോക്കുന്നത് അപ്പോൾ അവിടുത്തെ അതിനേക്കാൾ എന്തായാലും വേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റിസൺസ് അനുഭവിക്കുന്നത്. അവർ തൽക്കാലം രക്ഷപ്പെടട്ടെ, പിന്നുള്ള കാര്യം പിന്നല്ലേ. ഇത് തുടങ്ങി വെച്ച US തന്നെയല്ലേ, ഓൾറെഡി പണ്ട് ഇത് ചെയ്തോണ്ടല്ലേ ഇപ്പൊ ഇവരിങ്ങനെ അനുഭവിക്കുന്നത്. അതായത് ഇതിന് മുമ്പുണ്ടായിരുന്നവനെ US ആണ് വെച്ചത്. അയാൾ പോയി, അടുത്തവൻ വന്നിട്ട് ഇവനെ ഒപ്രസ് ചെയ്യും. ഇവരെ അടുത്ത ആളെ US വെക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. അവർ US ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അപ്പോഴും അവിടെ. അതല്ല, ബേസിക്കലി US വെച്ച ആളല്ലല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കണേ. US അവിടുത്തെ ആൾക്കാരെ തിരഞ്ഞെടുത്ത ആളെ മാറ്റിയോണ്ടല്ലേ ഇപ്പൊ ഇങ്ങളാണ് സംഭവിച്ചത്. ആരാ മാറ്റിയത്? US MI6 കൂടെ അവിടെ ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്ത ആളെ മാറ്റി, എന്നിട്ട് അവരുടെ ആളെ വെച്ചു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവർ കിടന്ന് അനുഭവിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ മാത്രമല്ല, ഇപ്പൊ ഇറാഖിലാണെങ്കിലും
സിറിയ ആണെങ്കിലും ലിബിയ ആണെങ്കിലും അവിടുത്തെ ഡെമോക്രാറ്റിക് ആയിട്ട് എലക്ട് ചെയ്ത ആളെ അവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോളിസി കൊണ്ടുവരും. ലൈക്ക് അവിടുത്തെ ഓയിൽ യുഎസിന് കൊടുക്കത്തില്ല എന്നോ അല്ലെങ്കിൽ ഡോളർ ഞങ്ങൾ ഇനിയും ചെയ്തില്ല എന്നോ യുഎസിന് എതിരായുള്ള എന്തെങ്കിലും പോളിസി കൊണ്ടുവരും. അപ്പോൾ അയാളെ എടുത്ത് മാറ്റിയിട്ട് അവരാളുടെ വെക്കും. എന്നിട്ട് ഇപ്പോൾ ഇറാഖിന്റെ അവസ്ഥ ഇവിടെ. ഇറാഖ് എങ്ങനെ നടന്ന രാജ്യം ഇപ്പൊ എങ്ങനെ നടക്കുന്നത്? സിറിയ എങ്ങനെ നടക്കുന്നത്? സിറിയക്ക് ഇപ്പോൾ ഒരു തേർഡ് വേൾഡ് കൺട്രി ആയി പോയില്ലേ? എങ്ങനെ നടന്ന രാജ്യം അത്? പൊളിറ്റിക്കൽ കാര്യം രണ്ടാമത്തതാ. പൊളിറ്റിക്കൽ കാര്യം ആൾക്കാർ രക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞു. ആൾക്കാർ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ ആൾക്കാർ എങ്ങനെ കിടക്കുന്നത് ചോദിക്കുന്നത്. പണ്ട് കിടക്കണേ. അപ്പൊ ഇപ്പൊ ഇറാനിലെ മാറ്റിയില്ല നല്ലതൊന്നും പോകുന്നില്ല. ഇപ്പൊ കറന്റ് പ്രൊട്ടസ്റ്റ് നടക്കുന്നേ, അവർക്ക് അതിനുള്ള 10,000 പേരെ കൊന്നു. അതിന്റെ അവസാനം വരട്ടെ ആദ്യം. പിന്നെ അത് നല്ല അവിടുത്തെ റെജീം മാറ്റിയാ നല്ല കാര്യം. പക്ഷെ അത് പറ. പിന്നെ നീ പറഞ്ഞ പോലെ അവര് തന്നെ വോട്ട് ചെയ്ത് വെക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതാണ് ഫെയർ ആക്ച്വലി കാര്യം പറഞ്ഞ. പിന്നെ എൻ്റെ ടേക്ക് ഇതിൽ പറയുകയാണെങ്കിൽ സെയിം സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ US ചെയ്തേക്കുന്ന സംഭവങ്ങളൊന്നും ഹിസ്റ്ററിയിൽ അടിപൊളിയല്ല. ഐ മീൻ US കുറേ സംഭവങ്ങൾ ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഹിസ്റ്ററി അവർക്ക് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ ഒരു സംഭവത്തിൽ ഇതിൽ ഞാൻ പ്രൊസസ് ചെയ്യുന്നത് ഇങ്ങനെ. സോ ഇന്ന് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇന്ത്യക്ക് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ പറയും ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുക, അവിടെ എന്തെങ്കിലും നടക്കട്ടെ. കാര്യം ഇന്ത്യനെ മാറ്റർ ചെയ്യുന്നില്ല. ചൈനയ്ക്ക് റെസ്പോണ്ട് ചെയ്യണ്ട. ചൈന പറയും ഓക്കെ നടക്കട്ടെ ഓക്കെ നല്ല കാര്യം. കാര്യം അവർക്ക് ഒന്നും കിട്ടാനും പോകാനും ഒന്നുമില്ല. റഷ്യക്കും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നമ്പർ 1 പൊസിഷനിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്താൽ വരത്തുള്ളൂ. സോ ഈ എല്ലാവരും ഇന്ത്യ പറയും ഓക്കെ ഞാനില്ല, ചൈന പറയും നല്ല നടക്കട്ടെ. അപ്പോൾ എല്ലാവരും ഓക്കെ നിങ്ങളെന്താ പറയുന്നത്? സോ എല്ലാവരും ഓട്ടോമാറ്റിക്കലി നോക്കാൻ വന്ന് US സോ US പറയുകയാണില്ല ഞങ്ങൾ ഞങ്ങളുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 9/11 നടന്നത് ചുമ്മാ അല്ലായിരുന്നു. 9/11 ഏതെങ്കിലുമൊക്കെ കൺട്രിയിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. സോ പൊട്ടൻഷ്യലി ആ രാജ്യം ഇന്ന് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആൾക്കാർ അവിടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ എന്തായാലും ചോദിക്കും അപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾക്ക് ചുമ്മാ ഓരോ വാറുകളിൽ ഇൻവോൾവ് ആകും. ഈ വാറിൽ നിങ്ങൾക്ക് ഇൻവോൾവ് അല്ല. എനിക്കൊന്ന് 10,000 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വാറിൽ ഇതുവരെയായിട്ട് എത്ര മരിച്ചെന്ന് എനിക്കറിയത്തില്ല. സോ ആ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളിൽ മരിച്ചത് ഇത് ഒരാഴ്ചയിൽ ആൾക്കാർ കൊന്നു. 10,000 എന്ന് പറഞ്ഞ നമ്പർ കറക്റ്റ് ആണെങ്കിൽ. സോ അത്രയും പേരാണ് ഒരാഴ്ചയിൽ ഗവൺമെൻറ് ലൈവായിട്ട് എടുത്ത് കൊല്ലുന്നത്. ഐ മീൻ മറ്റേ യുദ്ധങ്ങൾ പറയാം, റഷ്യ യുക്രൈൻ 2 കൺട്രികൾ തമ്മിലാണ് ചെയ്യുന്നത്. ഇത് ആ കൺട്രിയിലുള്ള ആൾക്കാരെ അവിടെ തന്നെ വെടിവെച്ച് വന്ന് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് അത് ആക്ച്വലി ഹിസ്റ്ററിയിൽ എങ്ങനെ പോകുന്നത് എനിക്കറിയത്തില്ല. അതൊരു വലിയ സംഭവമായിരിക്കും. ഹിറ്റ്ലറിനൊക്കെ ഇങ്ങനെയാണ് ഓർത്ത് നോക്കുന്നതിന് പുള്ളിയുടെ എങ്ങനെ ഇപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്കാണ് നമുക്കറിയത്തില്ല. പക്ഷേ മേ ബി ഇതൊരു വലിയ സംഭവമായിരിക്കും പോകുന്നത്. ഇനി ട്രംപിൻ്റെ സംഭവം പറയുന്നത് ട്രംപിൻ്റെ ഹിസ്റ്ററിൽ ഓൾറെഡി ക്യുസൈൻ സൊലൈമാനി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിനെ 2020 ടേക്ക് ഔട്ട് ചെയ്താണ് US. അത് അവിടുത്തെ ഒരു ജനറലായിരുന്നു ഇറാൻ്റെ. ആൻഡ് അവരെ ടേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ദെൻ ഇപ്പോൾ ട്രംപിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഓൾറെഡി പുള്ളി ഈ കഴിഞ്ഞിടയ്ക്കാണ് നമ്മുടെ വെനിസ്വേലയായിട്ട് ഓയിൽ സംഭവം അതുമായിട്ട് മറ്റേ അവിടുത്തെ പ്രസിഡൻറ്റിനെ പൊക്കിക്കൊണ്ടുവന്നത്. സോ പുള്ളിയുടെ ത്രെഡ്സ് ഇന്നവേ ലൈറ്റ് വെയിറ്റ് അല്ല. പുള്ളി ആ സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ആൾക്കാരുടെ മേത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ കുറേ പൈസ പോകും. പിന്നെ അതിന് ഇൻഡസ്ട്രിയൽ സംഭവങ്ങൾ അതൊക്കെ കുറേ ഉണ്ട്. പൈസയിൽ ഇൻവോൾവ് ആൾക്കാർ കുറേ പൈസ ഉണ്ടാക്കാൻ നോക്കും. അത് സംഭവങ്ങളെല്ലാം ഉണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്പർ 1 എന്നുള്ള ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആ ഒരു കൺട്രി അതിനെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഹിസ്റ്ററി ബുക്കിൽ നല്ല രീതിയിലായിരിക്കില്ല പോകാൻ പോകുന്നത്. പ്ലസ് അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് ഇൻവോൾവ് ആയില്ല ആൻഡ് ഗവൺമെൻറ് ആക്ച്വലി വീണ്ടും അവിടെ തന്നെ അവർ തന്നെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യാമെന്ന് അറിയത്തില്ല. ആൻഡ് ആ ഒരു കൺട്രിയുടെ ഫൗണ്ടിങ് സംഭവം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ എ വേ വേൾഡ്. സോ എല്ലാ കൺട്രികൾക്കും ഓരോ ഗവൺമെൻറ് ഉണ്ട്. ബട്ട് ദെൻ ഒരു വേൾഡ് ഓർഡർ നോക്കണമെങ്കിൽ ആരെങ്കിലും വേണം. മേ ബി US കഴിഞ്ഞ് മേ ബി നാളെ വേറെ ആരെങ്കിലും നമ്പർ 1 വരുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ പക്ഷേ അവർക്കൊന്നും മാറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാനഡ എന്ത് ചെയ്യും? കാനഡ മേ ബി പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് US-നുള്ളൂ. ആൻഡ് US-ന് ഇപ്പോൾ ഒരു പ്രസിഡൻ്റ് ഉണ്ട്. പുള്ളി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. പക്ഷേ എനിക്കൊന്ന് ഇപ്പം നിലവിലുള്ള എനിക്ക് സിറ്റുവേഷൻ ഇഷ്ടപ്പെട്ടു. കാര്യം ഐ മീൻ ഇഷ്ടപ്പെട്ടെന്നല്ല, സിറ്റുവേഷൻ ഒട്ടും നല്ലതല്ല. പക്ഷേ ഇവരുടെ റെസ്പോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി അവരെല്ലാം പെട്ടെന്ന് ചെയ്യട്ടെ. കാര്യം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് ഇനിയൊരു 20,000 പേര് ചത്തിയിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും അല്ലെങ്കിൽ 30,000 പേര് അങ്ങനെ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. ആൻഡ് ഇവൻ 2 പേര് വഴക്ക് എല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ 2 പേരും ഒരുമിച്ചിട്ടുണ്ട്, ട്രംപും എലോൺ മസ്കും വീണ്ടും. ആൻഡ് ആ കോംബോ വീണ്ടും തിരിച്ചു വന്നു. എലോൺ മസ്ക് സ്റ്റാർലിങ്ക് അങ്ങോട്ടൊക്കെ വിടാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ കണ്ടറിയാം. ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മളൊക്കെ വരട്ടെ. പക്ഷേ നിലവിൽ അഗൈൻ അത് ഇൻവോൾവ് ആവാൻ. സോ ട്രംപ് എന്ത് ചെയ്താലും എഗെയിൻസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ US-ലുണ്ട്. സോ ട്രംപ് ഇൻവോൾവ് ആകുമെന്ന് പറയുമ്പോഴത്തേനും ഇല്ല ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി. സെയിം ആൾക്കാർ നേരെ തിരിച്ചായിരുന്നു. പുള്ളി ഇതുവരായിട്ടും വാർ സംഭവം ചെയ്യാതെ ഇല്ല സംഭവം നമ്മൾ റഷ്യക്ക് യുക്രൈനൊക്കെ കൊടുക്കണം, ഇച്ചിരി കൊടുക്കണം. സോ അങ്ങനത്തെ ആൾക്കാരും US-ലുണ്ട്. സോ അത് ഫണ്ണിയാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ സംഭവത്തിൻ്റെ അപ്ഡേറ്റ് സംഭവം ഇതാണ് എൻ്റെ ടേക്ക്. ആൻഡ് എന്തെങ്കിലും ഫൈനൽ തോട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. എനിക്ക് സത്യം പറഞ്ഞ ഈ സംഭവം ഞാൻ കണ്ടായിരുന്നു. ഇറാൻ്റെ കറൻസി കൊലാപ്സ് ആയ സംഭവം ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെന്ന്. പക്ഷേ ഇതേ
ഇപ്പോൾ അതിൽ US ഇൻവോൾവ് ആവണതിൻ്റെ അതിൽ എൻ്റെ ഒരു തോട്ട് പറയുകയാണെങ്കിൽ US ഇൻവോൾവ് ആവുന്ന ഒബ്വിയസ്ലി വീക്ക് സൈഡിനെ സപ്പോർട്ട് ചെയ്യാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു നല്ല കാര്യം. കാരണം ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ്റെ സംഭവം നടന്നപ്പോഴാണേലും ഇന്ത്യക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പാകിസ്ഥാനിനെ വേണമെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ഇന്ത്യക്കൊന്നും വേണ്ട. പക്ഷേ ആ സമയത്ത് US ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് പിന്നെയും കുറച്ചും കൂടി ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു US ഇങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആ ഒരു സമയത്ത് US വന്നില്ലായിരുന്നു, എനിക്കറിയത്തില്ല പാകിസ്ഥാൻ്റെ കൂടെ എന്തൊക്കെ നടന്നായിരുന്നു. പക്ഷേ സെയിം സൈഡിൽ ഇപ്പോൾ ഇറാനിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു നല്ല കാര്യം. കാരണം അവർക്ക് വേറെ ഹെൽപ്പിന് ആരും ഇല്ല. ഇപ്പോൾ വേറെ ആർക്ക് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷേ സ്റ്റിൽ പുള്ളി മാത്രമാണ് ഒരു ഇത് പറഞ്ഞുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട്. വേറെ ഏത് കൺട്രിക്ക് വേണമെങ്കിലും മുന്നോട്ട് വരായിരുന്നു, വേണമെങ്കിൽ ഇന്ത്യക്ക് വരായിരുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന്. പക്ഷേ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നല്ല സംഭവമാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നൈസ്. സോ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ടോപ്പിലേക്ക് പോകാം. സെക്കൻഡ് ടോപ്പിക്ക് ഇച്ചിരി കൂടി സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ സ്പോർട്സ് സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എനിക്കൊട്ടും അറിയില്ലാത്ത ടോപ്പിക്കാണ്. പക്ഷേ നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ എനിക്ക് ഇന്നൊരു റീലുണ്ട്, നമുക്ക് ആദ്യം റീൽ ചെയ്യാം. പക്ഷേ സാബി പിന്നെ കോച്ച് നമ്മളെല്ലാവരും നടക്കുന്ന ഡിസ്പ്യൂട്ട്, പിന്നെ ആ ഒരു സംഭവത്തിൻ്റെ ടോട്ട്സാണ് ഇതിൽ വരാൻ പോകുന്നത്. സോ ഞാനിത് വീഡിയോ ഓഡിയോ ഇതാണ് നീ പറഞ്ഞ സെറമണിയിൽ കോച്ചും, അതായത് സെറമണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാണ്ട് അവരുടെ മെഡൽ കളക്ട് ചെയ്തിട്ട് അവർ തിരിച്ച് കയറി പോവുക. ഓക്കെ. സോ ഇതെന്താ നീടാൻ കാരണം? ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. ആരും പ്രതീക്ഷിച്ച പോലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. എൽ ക്ലാസിക്കോ കളി കഴിഞ്ഞു, തോറ്റു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ആദ്യം കണ്ട ഒരു വാർത്തയാണ് പുള്ളിയെ സാക്കിയെന്നല്ല, പുള്ളി ക്ലബ്ബ് ലീവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. ഗെയിം തോറ്റ് കഴിഞ്ഞിട്ട് കളി തോറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഓക്കെ വിത്തിൻ ഒരു 6-7 മണിക്കൂറിൽ ഇതെല്ലാം സംഭവിച്ചു. പുള്ളി ക്ലബ്ബ് ലീവ് ചെയ്തു, ക്ലബ്ബ് പുതിയ കോച്ചിനെ ഹയർ ചെയ്തു. പുള്ളിക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഈ പുള്ളി എക്സ് റയൽ മാഡ്രിഡ് പ്ലെയറാ. പുള്ളി പണ്ടത്തെ റയൽ മാഡ്രിഡ് പ്ലെയറാ. പുള്ളി കോച്ചിങ് ഹിസ്റ്ററി ഉണ്ട്, പുള്ളിക്ക് കോച്ചിങ് ഹിസ്റ്ററി ഉണ്ട്. ആണോ? ലെവർകൂസൻ എന്ന് പറഞ്ഞൊരു ടീം ജർമ്മൻ ലീഗിൽ കളിക്കുന്നതാണ്. ഓക്കെ. ആ ടീമിനെ കൊണ്ട് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം കപ്പടിപ്പിച്ചു, ലീഗ് അടിപ്പിച്ചു. കാരണം ബയൺ മ്യൂണിക് എന്ന് പറഞ്ഞ ടീം ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ 18 കൊല്ലമായിട്ട് അവർ മാത്രമേ കപ്പടിച്ചിട്ട് ജർമ്മൻ ലീഗിൽ. സോ ആ ഒരു ടീമിനെ പൊട്ടിച്ച് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെക്നിക്കൽ പ്ലെയറാണ്. ടെക്നിക്കൽ പ്ലസ് അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് പുള്ളി ചേഞ്ചസ് വരുത്തി. സോ ആ ഒരു ടെക്നിക്കും കാര്യങ്ങൾ വെച്ച് പുള്ളി ആ ടീമിനെ കപ്പടിപ്പിച്ചു. അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. എന്നിട്ട് പുള്ളി റയൽ മാഡ്രിഡിൻ്റെ കോച്ച് മാറിയ സമയത്ത് ഇപ്പോൾ ഒരു 6 മാസമായി കാണും, റയലിലോട്ട് വന്നു. റയലിൻ്റെ ടീമിനെ കോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തൊട്ടേ ഈ ഈഗോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്ലേയേഴ്സുമായിട്ട് ചെറിയ ക്ലാഷ്. അതായത് പുള്ളി പറയുന്ന പ്ലേസ് കേൾക്കുന്നില്ല, പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ പോയി പണം നോക്കാൻ പറഞ്ഞിട്ട് പ്ലേസ് കയറി പോകുന്നു. സോ അങ്ങനെ ഒരു സംഭവം. പക്ഷേ അത് അവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോയി. ബട്ട് സ്റ്റിൽ ഇത് എനിക്ക് തോന്നുന്നു പുള്ളി നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലെയറിൻ്റെ ബിഹേവിയറും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. അവരുടെ ആ ഡ്രസ്സിംഗ് റൂമിൽ നടക്കാൻ നമുക്കറിയില്ല. പുള്ളിയുടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്തുകൊണ്ട് നിർത്തിപ്പോയി? പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ലീവ് ചെയ്യുക പറഞ്ഞ് പോകുമായിരുന്നു. പുള്ളിയുടെ ഭാഗത്തുനിന്നായിട്ട് ഞാൻ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ഒരു പ്രസ് മീറ്റോ. നടന്നത് ഇന്നല്ല, ഇത് നടന്നിട്ട് 2 ദിവസമായി കാണും. 2 ദിവസമായി. ഓക്കെ. 2 അല്ല 3 ദിവസമായി കാണും. സോ ഓക്കെ. നിന്റെ ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആക്ച്വലി റെക്കോർഡുള്ള ഒരു പുള്ളി നല്ലൊരു കോച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടെ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് അവിടെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഈഗോയും കാര്യങ്ങളും. സോ ബേസിക്കലി ഇപ്പോൾ പുള്ളി ഇത്ര പറഞ്ഞുള്ളൂ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാന്നുള്ള കാര്യം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ വേണമെങ്കിൽ അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അത്ര ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഓക്കെ അത് വേണ്ട പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ചിലപ്പോൾ അവർ നോക്കുമ്പോൾ ഓക്കെ കളി തോറ്റു എന്താണേലും അതിൻ്റെ ഒരു നാണക്കേടും ഹ്യൂമിലിയേഷനും ഒക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു ടീമിൻ്റെ ഹെഡ് കോച്ച് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് കൊടുക്കാണ്ട് പുള്ളി ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വരത്തില്ല താന്തോളം കാണിച്ചു എന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയൊരു ബട്ട് സ്റ്റിൽ അത്രയും വലിയൊരു ക്ലബ്ബാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നതും ടോക്ക് പോയിന്റ് വരുന്നത് സാധാരണ ഒരു ക്ലബ്ബിൽ ഹെഡ് കോച്ചാണ് മെയിൻ. സോ പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഒരു 90% പ്ലെയേഴ്സാണ് മെയിൻ. ബാക്കി ഒരു 10% ഒരു കോച്ചിൻ്റെ ഇത് വരുന്നുള്ളൂ. അല്ലെങ്കിൽ അത്ര ഈഗോ മാനേജ് ചെയ്യാൻ പറ്റിയ കൂട്ട് കോച്ചുകളും കാര്യങ്ങളും വേണം, ഇത്രയും പ്ലേയേഴ്സിൻ്റെ ഈഗോ. കാരണം ആ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ ടീമാണ്. അത് ആ ടീമിൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വാല്യുബിൾ ആൻഡ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് നോച്ച് പ്ലെയേഴ്സ് മാത്രം. അപ്പോൾ ഈഗോ അറിയായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കുമെന്ന്. ഈ ഒരു പ്ലെയറിനോട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ അതിലെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
ഷൈനോട് തോട്ട്സ് അത് ജസ്റ്റിഫൈഡ് ആണോ? എനിക്കിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇത് മാത്രം പറയുന്നതേ ഉള്ളൂ. അല്ലാതെ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ക്ലബ്ബ് സാക്ക് ചെയ്തിട്ടില്ല, മ്യൂച്വൽ ആയിട്ട് ലീവ് ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലബ്ബ് സാക്ക് ചെയ്തതാണോ പുള്ളി തന്നെ ഇറങ്ങി പോയതാണോ അറിയില്ല. പക്ഷേ എനിക്കൊന്ന് കണ്ടാൽ മനസ്സിലാവും, പുള്ളിക്ക് അവർ റെസ്പെക്റ്റ് ഒന്നും കൊടുത്തില്ല, കിട്ടേണ്ട റെസ്പെക്റ്റ് ഒന്നും കൊടുത്തില്ല. പുള്ളി കോച്ചാണ്. ഇപ്പോൾ എത്ര വലിയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ലൈനപ്പൊക്കെ ഇതിന് മുമ്പേ കളിച്ചിട്ടുണ്ട് എൽ ക്ലാസിക്കോയിൽ. പക്ഷേ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടടുത്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക തന്നെ ചെയ്യണം. കാരണം അതൊരു റെസ്പെക്റ്റിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പം ഒരു പ്ലെയറും ക്ലബിനേക്കാളും വലുതല്ല, റയൽ മാഡ്രിഡിനേക്കാളും വലുതല്ല ഒരു പ്ലെയറും. അപ്പോൾ ഒരു പ്ലെയർ ഇങ്ങനെ വന്നിട്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കോച്ചിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, അവിടെ ഭയങ്കര വലിയ ലൈനപ്പ്, അവിടെ എല്ലാവർക്കും ഭയങ്കര ഈഗോയ. എംബാപ്പെ, വിനീഷ്യസ് എല്ലാവരും വലിയ പ്ലെയേഴ്സാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു പ്ലെയറും ക്ലബിനേക്കാൾ വലുതല്ല. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് കാണിക്കണം. ആ ബാഡ്ജ്, റയൽ മാഡ്രിഡിൻ്റെ ബാഡ്ജിനോടുള്ള ഒരു ഇത് കാണിക്കണം അവർ എന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഇവർ പ്ലേയേഴ്സ് കാരണം പുള്ളി ലീവ് ചെയ്താന്ന് പുള്ളി പറയുവാണെങ്കിൽ പുള്ളിക്ക് പ്ലേയേഴ്സിന് ഇത് എന്തെങ്കിലും ആക്ഷൻ വരുമോ? ആക്ഷൻ ഇപ്പോൾ എന്ത് കൊടുക്കാനാ? ആക്ഷനും കാര്യങ്ങളൊന്നുമല്ല. അതിപ്പോൾ എന്തായാലും പുള്ളി പോയല്ലോ. പുള്ളി ഇപ്പോൾ എന്തായാലും പോയി. ഇപ്പം പുള്ളി അതും പറഞ്ഞ് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം വാല്യുബിൾ പ്ലേയേഴ്സ്, ആരും കളയാൻ പറ്റത്തില്ല. അത് അവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് 1-2 മില്യൺ കൊടുത്ത് മേടിച്ച പ്ലെയർ ഒന്നും അല്ല, എല്ലാവരും 200 എല്ലാ നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ്. ഒരു മാച്ച് ഇങ്ങനെ തോറ്റ് കളിച്ച് റയൽ ഇല്ല അൺഫെയർ ഒന്നും അല്ലായിരുന്നു. മര്യാദക്കുള്ള കളിയായിരുന്നു. ലക്ക് കുറച്ച് കുറവായിരുന്നു. സ്കോർ എത്രയായിരുന്നു? 3-2 ക്ലോസ് ആയിരുന്നു, ടൈറ്റ് ആയിരുന്നു. അല്ല, ഈ ഗാർഡ് ഓഫ് ഓണർ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് അവരത് ചെയ്യാതെ പോയതാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ അതാണ് ഇപ്പം ഹ്യൂമിലിയേഷൻ. അതായത് കളി തോറ്റല്ലോ. ബാഴ്സലോണ റയലുമായിട്ട് നടക്കുന്ന ഒരു കളിയിൽ ബാഴ്സലോണ തോക്കുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ ചെറിയ തോൽവി, ഇതിലും വലിയ തോൽവി ഇവരെല്ലാ കളിയും ജയിക്കുമെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ടീം കളിച്ചിട്ടുണ്ട് റയലും ബാഴ്സ, ഇതിലും വലിയ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നൊന്നും അവര് റെസ്പെക്ട് ഇട്ട് കളിച്ചിട്ടൊന്നുമില്ല. പിച്ചിൽ കളി കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ അവരെല്ലാം മറന്നു. അവര് പിന്നെ അത് കഴിഞ്ഞ് റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യും അവര്. ഇതൊരുമാതിരി കൊച്ചു പിള്ളേരുടെ തോക്കത്തില്ലെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. പിള്ളേരുടെ ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും റെസ്പെക്ട് കൊടുക്കേണ്ടത് റെസ്പെക്ട് കൊടുക്കുക തന്നെയാണ്. പക്ഷേ പ്ലേയേഴ്സ് എന്തെങ്കിലും അവരുടെ സൈഡ് പറഞ്ഞു അവരെന്താ നിൽക്കാത്തതെന്ന്? അവരോടൊന്നും ചോദിക്കത്തില്ല, അവരും പറയത്തൊന്നുമില്ല. അവർക്കൊന്നും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ പോണേന്. കാരണം എന്ത് കാരണം ഉണ്ടെങ്കിലും നമ്മൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിരിക്കണം. ഈ പ്ലേയേഴ്സും ആ കോച്ചുമായിട്ട് ഇതിനു മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സുമായിട്ടുള്ള ചില പ്ലേയേഴ്സുമായിട്ട് പുള്ളി ചില പ്ലേയേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ അതൊന്നും അവർക്ക് തീരുമാനിക്കാൻ പറ്റും. കോച്ചിനേക്കാൾ മുകളിൽ പ്ലേയേഴ്സ് ഡിസിഷൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്ലബ് എങ്ങനെ റൺ ചെയ്യുന്നത്? അതത്ര എല്ലാവരും ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാലോ ഭയങ്കര ഡിസ്റെസ്പെക്ട് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, അത് അവരൊന്നും ചിന്തിച്ചു പോലുമില്ല. എംബാപ്പെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങിപ്പോയി. ഒന്ന് ചിന്തിച്ചു പോലുമില്ല, ഒരു 2 സെക്കൻഡ് പോലും ആലോചിച്ചില്ല. അപ്പോൾ എന്തോ കോച്ചിന് ഒരു വിലയില്ലാത്തൊരു രീതിയായി പോയി. അതെന്തോ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഉറപ്പില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഗ്രേറ്റ്. സോ ബെൻസ്ബൈക്ക് എന്തെങ്കിലും ഫൈനൽ തോട്ട്സ് ഉണ്ടോ? ഗിവൺ ദാറ്റ് ബെൻസ്ബൈ ഞാനല്ലേ ഇപ്പൊ പറഞ്ഞിട്ടിരുന്നു കളി കാണുന്നുണ്ട്. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ട്. ഡിസ്റെസ്പെക്ട് അത് കോച്ചിന് അതിൻ്റെ ഇത് കൊടുക്കണമെന്നില്ല. ഞാൻ പിന്നെ കളി കാണാത്തതുകൊണ്ട് ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അത് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് ആക്ച്വലി ബെൻസ്ബൈയുടെ ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഹീറോയും ഹീറോയിൻസും തമ്മിലുള്ള പേ ഗ്യാപ്പ്. ഇത് റീസെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മുടെ സിനിമാ നടി പാർവതിയുടെ ഒരു 2023 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ആ ഒരു ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഇത് ഇന്നവേ അൺഫെയർ ആണ്. ഞങ്ങൾക്ക് സെയിം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടണം എന്ന് ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ഒരു ഇൻട്രസ്റ്റിംഗ് ഇയർ ആയിരുന്നു. കാര്യം ആ ഒരു വർഷത്തിലാണ് നമ്മുടെ ലോക ഇറങ്ങിയത്. ലോക 1 അല്ലേ, പാർട്ട് 1 2025. അപ്പോൾ ആ ഒരു പടം ഇറങ്ങിയിട്ട് അത് എനിക്കൊന്ന് ഏറ്റവും ഗ്രോസ് ചെയ്ത പടമാണ് മലയാളത്തിൽ. സോ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ എന്താ ആ ഒരു ഗ്യാപ്പിൻ്റെ സംഭവം കുറഞ്ഞു തുടങ്ങിയോ? ഇപ്പോൾ ഫീമെയിൽസ് മൂവീസും ആൾക്കാർ കണ്ടു തുടങ്ങിയോ? സോ ട്രെൻഡ് മാറിയോ? സോ ആക്ച്വലി ആ ഗ്യാപ്പ് കുറയുന്നുണ്ടോ? ആ ഗ്യാപ്പുള്ളത് നല്ലതാണോ? സോ ആ ഒരു സംഭവത്തിലാണ് ഞങ്ങളിതിൽ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ബൈ ദ വേ ഇത് 2023 സ്റ്റേറ്റ്മെൻറ്റ് റീസൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. ആൻഡ് ഇതിൽ ഞങ്ങളുടെ തോട്ട്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ബെൻസ്ബൈ ടോപ്പിക്കില്ല. സോ ബെൻസ്ബൈ ടേക്ക്. അല്ല, എനിക്ക് ആക്ച്വലി നിങ്ങളുടെ ആദ്യം അറിയേണ്ടത്, അതായത് സംഭവം അറിയാമല്ലോ എന്താ, അതായത് ജെൻഡർ ഗ്യാപ്പ് പാടില്ല. ഹീറോ എന്ന് പറഞ്ഞാലും സെയിം പൊസിഷൻ ഇതുപോലെയാ ഒരു ജോലിയിൽ. പക്ഷെ അവർക്ക് 2 പേർക്കും കിട്ടുന്നത് ഡിഫറെൻറ്റ് വേജ്. അവർ പറയുന്നത് അതാണ് അവരുടെ പോയിന്റ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വേണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം പറ. എൻ്റെ പോയിന്റ് ഞാൻ അവസാനം പറയാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പേ ഗ്യാപ്പ്. സോ അത് ഭയങ്കര ഇത് ഞാൻ ആദ്യം ഈ ടോപ്പിക്ക് കേട്ടത് നമ്മുടെ ICC വേൾഡ് കപ്പ് നടക്കുമ്പോഴത്തേനും വുമൻസിന് സെയിം എമൗണ്ട് ഓഫ് പേ കിട്ടുന്നില്ല. പക്ഷേ അത് ഒബ്വിയസ് ആണ്. എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനതിനെക്കുറിച്ച് കേൾക്കുന്നതിന് ഈ ഒരു ടോപ്പിക്ക് വരുമ്പോഴാണ്.
ആ ഒരു സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ റീസെൻ്റ്ലി കേട്ടു കുറേ വേൾഡ് കപ്പ് സംഭവം ജയിച്ചു. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒബ്വിയസ്ലി കാണാത്ത ആൾക്കാർക്ക് വുമൻസിൻ്റെ എഗെയിൻസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആ ഒരു മറ്റേ കളി വുമൻസിൻ്റെ കളി അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നും. ബോൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് കാര്യം ഒബ്വിയസ്ലി ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻ സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിരിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് തോന്നത്തില്ല. അതുകൊണ്ട് കളി ചെല്ലുമ്പോഴത്തേക്കും നിർത്താൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് കുറേ ആൾക്കാർ കാണാത്തത്. നൗ ഒബ്വിയസ്ലി വുമൺ എല്ലാ രീതിയിലും ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, എല്ലാ സംഭവം ചെയ്യണം. പക്ഷേ ആ ഒരു ലീഗിൽ അവർ പൈസ കൊണ്ടുവന്നാൽ മാത്രമല്ല അവർക്ക് അത്രയും പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മെൻസ് ആ ഒരു ICCയുടെ ഗെയിം നടക്കുമ്പോഴത്തേനും ചില സ്ട്രീമുകളൊന്നും വർക്ക് ചെയ്തില്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാർ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഒബ്വിയസ്ലി അത്ര ഐബോൾസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പേ ചെയ്യുന്നുണ്ട്. മേ ബി വിത്ത് ടൈം വുമൻസ് എല്ലാ സംഭവം ഈവൻ മൂവീസ് സംഭവം ഇപ്പോൾ 2025 ഒരു മൂവി വന്നപ്പോൾ മേ ബി നെക്സ്റ്റ് ഇയറിൽ 3 മൂവി വരുമായിരിക്കും. അപ്പോൾ മേ ബി കുറേ പേര് ഇച്ചിരി ഫീമെയിൽ ഡസൻ മാറ്റർ, മൂവി ഇൻട്രസ്റ്റിംഗ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി കാണുമായിരിക്കും. അപ്പോൾ മേ ബി ഓക്കെ യെസ് ഗ്രേറ്റ്, അപ്പോൾ അടിപൊളി, അപ്പോൾ ആൾക്കാർ വീണ്ടും അപ്പോൾ ആ സമയത്ത് മേക്ക് സെൻസ് ഓക്കെ നൗ ആ ഒരു അറ്റ്ലീസ്റ്റ് ഈക്വൽ ആവണം. പക്ഷെ നിലവിൽ സ്റ്റിൽ എനിക്കൊന്ന് ഈ ഒരു സംഭവം ഈവൻ ലോക്കയുടെ കുറച്ച് ആൾക്കാർ പറയുമെങ്കിലും ടോപ്പ് 20 മൂവീസിൽ ബാക്കി 19 മൂവീസും മെയിൽ ലീഡിങ് ആയിരുന്നു. ആ ഒരു മൂവി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ടോപ്പ് 1 ആയിരുന്നു ഏറ്റവും ഗ്രോസ് ചെയ്ത മൂവി. ബാക്കി 19 മൂവിയിൽ എനിക്കൊന്ന് ആദ്യത്തെ 2 തന്നെ മോഹൻലാലിൻ്റെ വന്നേക്കുന്നത്. അത് ടോപ്പ്. സോ എഗെയിൻ ആ സംഭവം സ്റ്റിൽ അവിടെ ഉണ്ട്. സോ ബേസ്ഡ് ഓൺ മെറിറ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എത്ര വാല്യൂ ഒരു സംഭവത്തിലേക്ക് ഒരാൾ ആഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇമോഷണലി പറയാൻ പറ്റത്തില്ല ഫീമെയിൽസും സംഭവം ഈക്വലി ചെയ്യണമെന്ന്. സോ അതാണ് എൻ്റെ ടേക്ക്. സംഗീത് ഇതിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിക്കറ്റ് കാണാൻ അത്രയും പേര് വരുന്നില്ല ഇതിൽ. അപ്പോൾ ടെക്നിക്കലി അവർക്ക് അത്രയും പൈസ കിട്ടുന്നില്ല ഇവർക്ക് പേ ചെയ്യാൻ വേണ്ടി. എത്ര പേര് ടിക്കറ്റ് മേടിക്കുന്നു അത്രയും പൈസ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10 പേരെ വന്നുള്ളെങ്കിൽ ഇവരെങ്ങനെയാണ് മറ്റേ ലീഗ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ടെക്നിക്കലി അവർക്ക് അത്രേ പൈസ കിട്ടുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ ഫീമെയിൽസ് ഇടുന്ന എഫേർട്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എഫേർട്സ് കൂടുതലാണെങ്കിലേ ഉള്ളൂ. കാരണം ഫിസിക്കലി അത്രയും തന്നെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു അത്രയും ഫിസിക്കലി കളിക്കണമെങ്കിൽ ഒരാണ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അതിൽ കൂടുതൽ എഫേർട്സ് അവർ ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവർക്ക് പൈസ കുറവായിട്ടുന്നത്. ആൻഡ് നമ്മളിപ്പോൾ സ്പോർട്സ് വൈസ് അല്ല പറയുന്നതുകൊണ്ട് തിയേറ്റർ വൈസ് പറയുകയാണെങ്കിൽ പണ്ട് അമീർ ഖാൻ ഭയങ്കര ഒരു 10-20 വർഷം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. പുള്ളിയുടെ അടുത്ത് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പുള്ളി പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ഫീസ് നമ്മളിപ്പോൾ എത്രയാണ് ചാർജ് ചെയ്യണേ, ആ ഫീസ് ഡിപ്പെൻഡ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ എബിലിറ്റി ടു ഫിൽ ദ തിയേറ്റർ. അറിയില്ല ഞാൻ ഇട്ടേക്കുന്നത്. സംഗീത് പറഞ്ഞു ആ സംഭവമാണ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര പേരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ മോഹൻലാലിനെ ഇപ്പോൾ ഫാൻസ് എത്ര പേരല്ലേ പോലെ ഏതിലും ഫീമെയിൽ ആക്ടറിന് അത്രയും ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ മോഹൻലാൽ ഇരിക്കുമ്പോൾ ഒരു 10 ലക്ഷം പേര് വരുമെങ്കിൽ എനിക്കറിയത്തില്ല ഒരു ഫീമെയിൽ ആക്ടറിന് എത്ര അങ്ങനത്തെ ഫോളോവേഴ്സ് ഉണ്ടെന്ന്, കട്ട ഫോളോവേഴ്സ്. അങ്ങനെ കട്ട ഫോളോവേഴ്സ് ഉണ്ടെങ്കിലാണ് ഒരു പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് അത്രയും പേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഒബ്വിയസ്ലി ഇത് എത്ര പൊട്ട സിനിമയാണെങ്കിലും ഈ ആക്ടറിൻ്റെ ഒരു പേരുണ്ടെങ്കിൽ മിനിമം ഇത്രയും പൈസ കിട്ടുമെന്ന് അവർക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഫീമെയിൽ ഇതിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു ഗ്യാരണ്ടി ഉണ്ട്. സോ അവർക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അവർക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റിൽ ആ പേ കിട്ടുന്നുണ്ട്. പേ കിട്ടുന്നില്ലാത്തവരൊക്കെയാണ് ഈ ഒരു പറയുന്നത്. അപ്പോൾ മേ ബി അതാണ് ഒരു മെയിൻ സംഭവം. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഒപ്പോസിങ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഓക്കെ മേ ബി ഇച്ചിരി കൂടി അവർക്ക് ഇച്ചിരി കൂടി കൺസിഡർ ചെയ്യാം, മേ ബി അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, അങ്ങനെ ആർക്കെങ്കിലും ടേക്ക് ഉണ്ടോ? ഷൈനൊക്കെ അങ്ങനെ എനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ പറയില്ല. എനിക്ക് അവരുടെ കഴിവനുസരിച്ച് കാശ് കൊടുക്കണം. അപ്പം പെൺപിള്ളേരാണ് ഇപ്പം നയൻതാരയ്ക്ക് കിട്ടുന്ന പൈസ അല്ല ഒരു താഴെ കിടക്കുന്ന ഒരു ഫീമെയിൽ ആക്ട്രസിന് കിട്ടുന്നത്. ഇപ്പം അതായത് നമ്മുടെ ചെറിയ ആക്ട്രസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നയൻതാരയ്ക്ക് കിട്ടുന്ന ചിലപ്പോൾ 10 കോടി കിട്ടുമെങ്കിൽ പുള്ളിക്കാരിക്ക് അല്ല 10 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് ഈക്വൽ എന്താ വേണ്ടേ? പക്ഷേ ആണും പെണ്ണും മാത്രം ഈക്വൽ വന്നു കഴിഞ്ഞപ്പോൾ ആണുങ്ങളുടെ തന്നെ ഇപ്പോൾ വിജയ്ക്ക് കിട്ടുന്നതായിരിക്കത്തില്ല ഇപ്പോൾ വേറെ ചെറിയൊരു ആണിന് കിട്ടുന്നത്. അവർ ഈക്വലായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഈക്വലായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വിജയ് എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടപ്പടമാണേലും മിനിമം ഒരു 100 കോടി കിട്ടാനുള്ള വകുപ്പുണ്ട് വിജയെ കൊണ്ട് ഒരു പടം എടുപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. പുള്ളിയെ കൊണ്ട് ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാവില്ല, ഒത്തിരി ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടമില്ലാതെ പോകുന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. അപ്പം പിന്നെ അപ്പം പുള്ളിക്ക് 10 കോടി 100 കോടിയും റെമ്യൂണറേഷനായിട്ട് മേടിക്കാൻ പറ്റും. അതിപ്പോൾ ലൈക്ക് ഫീമെയിൽ ആയിട്ടുള്ള ആക്ട്രസിനെ കൊണ്ടൊന്നും ഇപ്പം അത്ര പറ്റുന്ന ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയും കിട്ടുന്നില്ല. അതിപ്പോൾ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം ബേസിക് ഇതല്ലേ പറഞ്ഞ റീല്. Get paid the same as Bollywood actors. See, in films, the fact of the matter is that your fee is connected to your ability to fill the theater.
Now, yes, heroines work very hard, but so do cameramen, so do the light boys on set. All of us should be paid equally. Everyone works hard. Comparing the hero to the light boy. No. I'm comparing the heroine and the light boy and myself. The same. So I'm not saying heroine and light boy. I'm saying all of us are working hard. I'm working hard. So is the light boy. Why is he paid differently from me? It's not because he's a man or a woman. You're confusing the issue there. The reason why you're paid differently in cinema is because the market forces understand that you're able to bring that much money back into a film. So if I am paid 10 rupees, it's because I can bring back that money and more. If Rani can fill in more seats than I can, 101% she'll be paid more than me. The market forces will make sure that she gets paid more than I do. So it's got nothing to do with your sex as female or male. ഇതിൽ വേറൊരു സ്റ്റോറി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടായിരുന്നു അറിയത്തില്ല. തമിഴ്നാട് റീസെൻ്റ്ലി ഒരു പ്രോഗ്രാമിൽ 6 മിനിറ്റിന് പുള്ളിക്കാർ ചാർജ് ചെയ്ത് 6 കോടി ഡാൻസ് കളിച്ചത്. സോ ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സോർട്ടും സംഭവം ഉണ്ട്, ഇതും ആഡ് ചെയ്യാം. സോ വൈശാഖ് അല്ല ഇതിൽ തോട്ട്സ് അടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത്രയും ഇത് കിട്ടിയതല്ലോ. പുള്ളിക്കാരിക്കും പേ ഗ്യാപ്പ് സംഭവം പുള്ളിക്കാരി 6 മിനിറ്റിന് നടത്തിയത്. ചില നടികൾക്ക് ഒരു സിനിമയ്ക്ക് കിട്ടുന്ന പേ ആണ് പുള്ളിക്കാരി 6 മിനിറ്റിന്റെ ഡാൻസ് പരിപാടി. ശരി, ഇത് പറയുന്നവർ എന്തുകൊണ്ട് ഇതിനെ വെച്ച് വേറൊരു നടി കമ്പയർ ചെയ്യുന്നില്ല അല്ലേ? വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാലോ. എനിക്ക് തോന്നി ഈ ഒരു ജെൻഡർ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് കളഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഹീറോയ്ക്ക് കൂടുതൽ കിട്ടുന്നു, ഹീറോയിന് കൂടുതൽ കിട്ടുന്നു. ഇപ്പം പുള്ളി പറഞ്ഞത് ഇതിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് അത്. അതിന് മണ്ടയിൽ എനിക്കും കൂടുതലൊന്നും പറയാനില്ല. കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് മാറ്റുക. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ കഴിവ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ അതിൽ എനിക്കൊരു സംഭവം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ ഫീമെയിൽസിൻ്റെ ഒരു ടൈം ഇതിൽ കുറച്ചുകൂടെ കുറവാണ് ഒരു ഇൻഡസ്ട്രിയിൽ. എന്ന് വെച്ചാൽ അവരൊരു 20 വയസ്സ് സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് തോന്നുന്നു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ കരിയർ തീരും. കാരണം അവർ പ്രായം വയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി അവരെ മെയിൻ ആക്ടറെ ഫീമെയിൽ ലീഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്റ്റിൽ ഒരു 50-60 വയസ്സ് വരെ നമ്മുടെ ഈവൻ മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരും വെക്കാൻ പറ്റും. അപ്പോൾ ഒരു മെയിൽസിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൈം ഉണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു ഫാൻ ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ. ഫീമെയിൽസിന് അങ്ങനെ നോക്കുവാണെങ്കിൽ 10 അല്ലെങ്കിൽ 15 വർഷം ടൈമേ ഉള്ളൂ. അപ്പോൾ അത് അൺഫെയർ ആണോ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആണ്. പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു നേച്ചറിൻ്റെ ലോയാണ്. പെണ്ണുങ്ങൾ കുറച്ചുകൂടി ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇത് വെച്ച് നമ്മൾ എന്താ പറയുക, ലീഡായിട്ട് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പ്രായമുള്ള ഒരു പുള്ളീനെ പിന്നെ നമുക്ക് ലീഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് കുറച്ചുകൂടി ടൈം ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു ഫാൻ ബേസ് ബിൽഡ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അത് കാരണമാണ് അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഒരു സംഭവത്തിൽ ചെറിയ സംഭവം ഞാൻ ആഡ് ചെയ്യുവാണെങ്കിൽ, സോ തമന്ന റീസെൻ്റ്ലി ആ പുള്ളിക്കാരി കഴിഞ്ഞ ഒരു 1-2 വർഷത്തിൽ ബിൽഡ് ചെയ്ത റെപ്യൂട്ടേഷൻ ഇങ്ങനെയാണ്. പുള്ളിക്കാരി ഈ ഡാൻസ് കളിക്കുമ്പോൾ എത്ര പേരാണ് കാണാനായിട്ടിരിക്കുന്നത്. കാര്യം പുള്ളിക്കാരി ഒബ്വിയസ്ലി ഈ ഒരു കുറച്ച് നാളുകളിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ പുള്ളിക്കാരി ഇടുന്ന ക്ലോത്തിങ് സംഭവങ്ങൾ സെയിം സംഭവങ്ങൾ ഭയങ്കര ഒരു അപ്പീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അവർക്കറിയായിരിക്കും മേ ബി പുള്ളിക്കാരി ആ ഒരു 6 മിനിറ്റ് ഡാൻസ് കളിച്ചാൽ കുറേ പേര് കാണാനുണ്ടാവുന്നു. കാര്യം പുള്ളിക്കാരി ആ ഒരു റെപ്യൂട്ടേഷൻ വിത്ത് ടൈം കുറേ നാളുകൾ കൊണ്ട് ബിൽഡ് ചെയ്തതാണ്. പണ്ടത്തെ തമ്മിലല്ലേ ഇപ്പോഴത്തേന് വേറൊരു കൈൻഡ് ഓഫ് ഒരു മാർക്കറ്റിംഗ് പുള്ളിക്കാരി നൈസ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഏൺ ചെയ്യാൻ പറ്റും. കാര്യം പുള്ളിക്കാരി അത്രയും ഐബോൾസ് കൊണ്ടുവരായിരിക്കും. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ബെൻസ്ബയുടെ ഫൈനൽ തോട്ട്സ്. അതിനകത്ത് എനിക്കൊരു അതിനായിട്ട് ക്വസ്റ്റ്യൻ, എനിക്കിതിനോട് ഒട്ടും യോജിപ്പില്ല ഈ പറഞ്ഞതിനോട്. ഇത് പൃഥ്വിരാജ് ഒരു സംഭവത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളി രാവണ എന്ന് പറയുന്ന സിനിമ ഐശ്വര്യ റായിട്ട് അഭിനയിച്ചു. അവർ ഹീറോയിനായിട്ടാണ് തോന്നുന്നു. പക്ഷെ ഐശ്വര്യ റായ്ക്കാണ് നല്ല പേ ഉണ്ടായിരുന്നത്, പൃഥ്വിരാജിന് വളരെ കുറവായിരുന്നു. അപ്പൊ അവിടെ ഹിന്ദി പടം നേരെ തിരിഞ്ഞില്ല. അവിടെ നീ ആലോചിക്കുക, അവിടെ കൂടുതൽ പേര് ഐശ്വര്യ റായെ കാണാനായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അതിനകത്ത് സംഭവം വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ അഭിനയത്തോട് നിങ്ങൾക്ക് എന്താ ഒരു തോട്ട്സ്? ഈ നിങ്ങൾ അവർ അഭിനയം കണ്ടിട്ടുണ്ടോ? പാർവതി അഭിനയം അടിപൊളിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു വിജയും പാർവതി കൂടെ ഇത് ഹീറോയിനായിട്ട് അഭിനയിക്കാന്ന് വിചാരിക്കും. അപ്പോൾ വിജയ്ക്കായിരിക്കും എങ്ങനെ പോയാലും ഇത് കിട്ടുന്നത്. പക്ഷെ വിജയുടെ അഭിനയം ഭയങ്കര ശോകമാണ്. പാർവതിയുടെ അഭിനയം പക്ഷേ വിജയ്ക്കായിരിക്കും റെമ്യൂണറേഷൻ കൂടുതൽ. വിജയുടെ പക്ഷെ അവിടെ ആൾക്കാർ കാണാൻ വരുന്നത് ആരെ കാണാൻ? വിജയെ കാണാനാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് ഡയറക്ടർ ഓരോ മാസം കാണിച്ച് വിജയ് അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടല്ലേ. അത് വിജയുടെ കഴിവല്ലോ. പുള്ളി കഷ്ടപ്പെട്ട് കൊച്ചിലെ പോലെ പണിയെടുത്തുന്ന ഒരു ഇമേജ് പുള്ളിയുടേത് ആണ്. അത് ശരിയാ. ഞാൻ പറഞ്ഞു അഭിനയകാരത്തില് എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ് ചെയ്ത് നോക്കുക. അതായത് വിജയുടെ കഴിവ് കൊണ്ടല്ല, പുള്ളി മാത്രം കഴിവ് കൊണ്ടല്ല പുള്ളി അവിടെ ഡയറക്ടർ അങ്ങനെ മാസാക്കി കാണിച്ച് ആളുകളുടെ മനസ്സിൽ അവിടെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ കഴിവില്ലാണ്ട് കാസ്റ്റ് ചെയ്തില്ല. ഡയറക്ടറുടെ കഴിവ്
അതായത് വിജയ്ക്ക് കഴിവ് അതിപ്പോ എന്തുവാടാ തമിഴ് തെലുങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിവുണ്ട്, ആർക്കാരില്ലാത്ത. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല പറഞ്ഞതിനോട്. കാരണം എന്താ? എനിക്ക് തോന്നുന്നില്ല കഴിവിന് കാര്യമില്ല. അല്ലടാ വിജയ് ആക്ച്വലി കഴിവിന് കാര്യമില്ല, അഭിനയൊന്നും കാര്യമില്ല ഇതില്. അതെ, ഞാൻ വിജയ്ക്ക് എതിരായിട്ട് പറയുന്നൊന്നുമല്ല, ഞാൻ എക്സാമ്പിൾ തന്നതാ. അല്ലു അർജുൻ ഫാൻസാ ഗൈസ്. അതുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതായത് ഞാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ, വിജയുടെ അതുകൊണ്ടല്ല മാത്രം. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, വിജയ്ക്ക് ഒരു ഇതുള്ളത് കൊണ്ടാണ് വിജയ് എടുത്തത്. പക്ഷേ എല്ലാവരും ഇത് ഈ ഒരു മാസിന്റെ ഒരു വിജയ് ബബിൾഗം തിന്നുന്ന ഒരു സീൻ, ബബിൾഗം തിന്നുന്ന സീൻ, വിജയ് ബബിൾഗം തിന്നുന്ന പോലെ അഭിനയിക്കാൻ ചുമ്മാ ബബിൾഗം വായിടുന്ന അത് ആക്ച്വലി ആദ്യം പുള്ളി ഇത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ശരിയാണ്, ആദ്യം അതങ്ങനെ കാണിച്ച് ബിൽഡ് ചെയ്ത് എടുത്തത് കൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ. അതായത് ഇപ്പൊ വേറൊരാളെ വെച്ച് കാണിച്ചാൽ വേറൊരാൾക്ക് കൊണ്ട് സ്റ്റൈലായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉറപ്പില്ലോടാ. അതാ പറഞ്ഞ എത്ര ആക്ടേഴ്സ് ഉണ്ട് അതിൽ, എത്ര പേര് ഈ സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്, പലരും മാസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ശരിയാ. അതിലെന്തുകൊണ്ട് ചില ആൾക്കാർക്ക് മാത്രം ഇത്രയും ഇത് പോകുന്നു. വേറൊരു പുള്ളി ഉണ്ടല്ലോ, ഒരു 10-60 വയസ്സുള്ള ഒരു വിഗ് ഒക്കെ വെച്ചോണ്ട് കിടക്കണ പുള്ളി. പുള്ളി ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ മൈക്കൊക്കെ ഇങ്ങനെ മേളിലേക്ക് ബാലയ്യ. പുള്ളി അതല്ലേ ട്രൈ ചെയ്തു, പക്ഷെ നേരെ ഓപ്പോസിറ്റ്. ശരി, അങ്ങനെ നോക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചു വെച്ചാൽ ഇവിടെ അഭിനയിക്കാൻ ഇച്ചിരി ശോക, ആക്ട്രസ് നന്നായിട്ട് അഭിനയിക്കും, പക്ഷെ വിജയ്ക്ക് കൂടുതൽ കൊടുക്കണം. കാരണം വിജയുടെ മാർക്കറ്റിംഗ് അതായതുകൊണ്ട് സബ്ജക്റ്റീവാ, ചിലവർ അഭിനയിക്കും ചിലവർ അഭിനയിക്കത്തില്ല. അതാ പറയുക. ഇപ്പൊ ഈ ഒരു കേസിൽ എടുക്കുകയാണ്, ഇപ്പൊ വിജയ് ഈ പാർവതി തിരുവത്തോട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവളുടെ അഭിനയം അടിപൊളി, ഈ പുള്ളിക്ക് ഇവന്റെ അഭിനയം അത്ര പോരാ, പക്ഷെ ഇവനെ പൈസ കൂടെ കിട്ടും, കാരണം ഇവനെ വെച്ചാൽ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവനെ മാർക്കറ്റ് ചെയ്യുന്നത് ഡയറക്ടറുടെ കഴിവാന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. മനസ്സിലായി സത്യം. ഇപ്പൊ എക്സാമ്പിൾ വിജയ് എടുത്ത് നോക്കുക, കമലഹാസൻ എടുത്ത് നോക്കുക, ആരാ നന്നായിട്ട് അഭിനയിക്കുന്നത്? കമലഹാസൻ. പക്ഷേ വിജയ്ക്കാ കൂടുതൽ കിട്ടുന്നത്. വിജയ്ക്ക് കൂടുതൽ ഫാൻസ് ഉണ്ട്, കൂടുതൽ ആൾക്കാർ വിജയുടെ പടം കാണാൻ വരും. ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് പെയ്ഡ് മോഡൽസ് എടുത്ത് നോക്കിയേ, ആദ്യത്തെ എനിക്ക് തോന്നുന്നു 20 എണ്ണം മൊത്തം പെൺപിള്ളേരായിരിക്കും. അതിൽ ആണുങ്ങളൊന്നും കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ അവിടെ ഈക്വൽ പേ വേണ്ടേ? പെൺപിള്ളേർക്ക് ഈക്വലായിട്ട് കൊടുക്കണ്ടേ? പക്ഷെ പറ്റില്ല, കാരണം പെൺപിള്ളേരാണ് കുറച്ചും കൂടെ മോഡലിങ്ങിന് പറ്റിയിട്ടുള്ള ഇതും എല്ലാം. പക്ഷെ അവിടെ വരെ ഫൈറ്റ് ചെയ്യത്തില്ല, അവർക്ക് ഇവിടെ വേണം. ഈ പറയുന്ന പെൺപിള്ളേർക്ക് എന്താ നല്ലൊരു സിനിമ എടുത്തുകൂടെ ഒരു പെണ്ണിനെ വെച്ച്? അത് ചെയ്യത്തില്ല. ഈ പാർവതി, ഗീതാ മോഹൻദാസ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷേ ഗീതു മോഹൻദാസ് പുള്ളിക്കാരിക്ക് അന്ന് ഒരു പെണ്ണിനെ ലീഡ് വെച്ച് പടം എടുത്തൂടെ? അത് പറ്റത്തില്ല. പെണ്ണിനെ ലീഡ് വെച്ചിട്ട് ആരാ സിനിമ കാണുന്നത്? അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഇവർക്ക് ഈക്വൽ പേ കിട്ടാത്തത്. സെക്കൻഡ് പയ്യനാട്ടോ, പക്ഷെ എന്നാലും മെജോറിറ്റി ലേഡീസ് ആണ്. ഇല്ല, അത് പക്ഷേ ലിസ്റ്റ് അല്ലല്ലോ, അത് വേറെന്തോ. ഇത് ഇയറിലെ ലിസ്റ്റ് നോക്കും, അത് ലിസ്റ്റ് അല്ല. ഇത് ലേഡി പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളാ. അപ്പൊ ഇവന്റെ ഫോട്ടോ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് അവൻ സർജറിക്ക് മുമ്പ് ഫേമസ് മെയിൽ മോഡൽ ആവൻ, അതുകൊണ്ട് ആമ്പിള്ളേരിൽ ഹൈസ്റ്റ് അവനായിരിക്കും. സോ കറക്റ്റാണ് ഗൈസ്. ഞാൻ അപ്പോൾ എന്തെങ്കിലും ഫൈനൽ തോട്ട്സ് ചെയ്യണോ? ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടോപ്പിക് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക്. സോ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് കാനഡയിലുള്ളവർക്ക് ഇച്ചിരി റിലേറ്റബിൾ ആയിരിക്കും. കാനഡ സ്ട്രോങ് ആയി ഗൈസ്. കാനഡ ഈസ് ഫൈനലി ബാക്ക് ആൻഡ് കാർണി അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. ഞങ്ങളുടെ ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു മൂവ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ യുനോ ഗെറ്റ് റെഡി എന്ന് കാർണി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി യുനോ നിങ്ങൾ കാണേണ്ടതാണ്. ഞാനത് സ്ക്രീനിലേക്ക് തന്നെ പുള്ള് ചെയ്യാം. PM Carney tells China, I believe the progress that we had made in this partnership sets up well for the new world order. പുള്ളി പറയുന്നുണ്ട് അതിൽ അങ്ങനെ. അപ്പൊ ആ അപ്പുറത്തിരിക്കുന്ന കക്ഷി ഞെട്ടി നോക്കുന്ന പോലെ ഒരു ഇതുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചായിരുന്നായിരുന്നു. സോ ഷൈനോ തോട്ട്സ്. എടാ ഇതിന് മുന്നേ ആ ഒരു വീഡിയോ കൂടെ നീ ഒന്ന് പ്ലേ ചെയ്യണം. ഞാനൊരു വീഡിയോ നിനക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിൽ തന്നെ സ്വൈപ്പ് ചെയ്യാൻ ഈ വീഡിയോ അല്ല, നെക്സ്റ്റ് ഇതല്ലടാ, ഞാൻ വേറെ ഞാൻ പുള്ളി അപ്പോഴത്തേന് ഷൈനോ സ്റ്റാർട്ട് ചെയ്തോ. എനിക്ക് ഇതിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. അല്ലാതെ വേറൊരു രാജ്യത്തെ നോക്കി ഇങ്ങനെ നമ്പി നിൽക്കേണ്ട അവസ്ഥ വരരുത്. കാനഡയ്ക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മൂടനുസരിച്ചിരിക്കും കാനഡയുടെ എക്കോണമി. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ കാനഡയിൽ. ഇപ്പോൾ രാവിലെ എണീക്കുമ്പം യു എസിലെ പ്രസിഡൻറ്റിന് ഇപ്പോൾ നല്ലൊരു മൂഡിലല്ലെങ്കിൽ തീർന്നു, ഇവിടുത്തെ മൊത്തം തീർന്നു. പക്ഷേ നല്ലൊരു മൂഡിലാണെങ്കിൽ ചിലപ്പോൾ കാനഡയ്ക്ക് എന്തെങ്കിലുമൊക്കെ തന്നിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു റിലേഷൻ അല്ല, കാരണം അവർ തരുന്നത് നമ്മളിങ്ങനെ കൈ കൂപ്പി നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. അതൊട്ടും നല്ലത്. എനിക്ക് ഒരു രാജ്യത്തിനും അങ്ങനെ നിൽക്കേണ്ടത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ഗവൺമെൻറ്റിനും നല്ല, അവിടുത്തെ ആൾക്കാർക്കും
അതൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുമോ? വേറൊരാളുടെ മുമ്പ് കൈ കുപ്പി ഇങ്ങനെ നിൽക്കണം, അവരുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കാനഡ ഇപ്പം ചൈനയായിട്ടുള്ള റിലേഷൻ നല്ലതെന്ന് വെച്ചാൽ ചൈനയെ എത്ര വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ഇവർ അങ്ങനെ ഒത്തിരി ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവർ ചൈനയായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയാണ് കുറച്ച് ഡീലുകൾ. അതായത് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ഡീലുകൾ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കനോള ഓയിൽ വിടുന്നതും അവിടുന്ന് ഇങ്ങോട്ടേക്ക് EV വരുന്നതും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമുക്ക് അവർ ടാരിഫൊക്കെ കുറച്ച് മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ US ആണെങ്കിൽ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തിൽ ഇവിടുത്തെ GDP എന്തോ 1.3 ബില്യൺ അവരുടെ ഒരു ഇതുകൊണ്ട് പോയത്, കാനഡയ്ക്ക് നഷ്ടമായത്. അപ്പോൾ പിന്നെ US-നെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം US പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം കാനഡയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റണം. ചൈനയെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ വലിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയ്ക്ക് ഓയിൽ വേണം. ഇപ്പോൾ കാനഡയിലാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഓയിലുണ്ട്. ഈ US-ന് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് എത്ര ഉണ്ടോ % ഏറ്റവും കൂടുതൽ US-ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി US-ന് കാനഡയുടെ ഓയിൽ ആവശ്യമില്ല, അവർക്ക് സ്വന്തമായിട്ട് ഓയിൽ കിട്ടി. പിന്നെ കാനഡ എന്നുള്ള ഓയിൽ എങ്ങോട്ടേലൊക്കെ പോകണം. അതിന് എനിക്ക് അവർ ട്രാൻസ് അറ്റ്ലാന്റിക് പൈപ്പ് ലൈനോ അങ്ങനത്തെ സാധനം കൊണ്ടുവരാൻ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ചൈനയിലോട്ടൊക്കെ ഓയിൽ വയ്ക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു പിന്നെ കാനഡ ആലോചിക്കുന്നതെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ഓക്കെ ഓൾറെഡി നാറ്റോയിലുണ്ട്. അപ്പോൾ ഇനി ചൈന എങ്ങാനും കയറി വള്ളി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഡിഫെൻഡ് ചെയ്യാൻ ആളുണ്ട്. അത് അപ്പോൾ എന്തായാലും കാനഡയ്ക്ക് സ്വന്തമായിട്ട് വളരേണ്ട സമയമായി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുന്നത് ഇപ്പോഴും ഇങ്ങനെ US-നെ പ്രതീക്ഷിച്ച് തന്നു കഴിഞ്ഞാൽ US രക്ഷിച്ചോളും. അല്ലെങ്കിൽ US നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഓൾറെഡി മനസ്സിലായി പുള്ളിയാണെങ്കിൽ US-നെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ നമുക്ക് പുതിയ ഓപ്ഷൻസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കാനഡയ്ക്ക്. അതിന് അടിപൊളി ഓപ്ഷനാണ് ചൈന. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചൈന ട്രേഡിങ്ങിന് നല്ല കാര്യം. ചൈന ട്രേഡ് ചെയ്യുന്ന ഒരു കൺട്രിക്കും ചൈനയെ വിശ്വസിക്കാം പറ്റിക്കത്തില്ല. നാളെ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് നിങ്ങളോട് ട്രേഡ് ചെയ്യത്തില്ലെന്നും ചൈന പറയത്തില്ല. അതുപോലെ അവർ നല്ല കൺസ്യൂമർ മാർക്കറ്റാണ്, അവർ നല്ല ട്രേഡ് പ്രതീക്ഷിക്കാം, പിന്നെ നമ്പാം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ അതിലോട്ടത് ആ റീല് കാണുവാണെങ്കിൽ നമുക്ക് കാറിന് എന്തോ ഒരു നല്ല അടിപൊളി ഹിപ്പോക്രേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതവർക്ക് ഇലക്ഷൻ പുള്ളി ഇലക്ഷൻ സമയത്ത് റൺ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, I think we didn't have a chance to talk about anything internationally. I think the biggest security threat to Canada is China. China, you say? Yeah. Mr. Singh. Biggest security threat. അതെന്താ പറഞ്ഞേ? ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു കാനഡ ഈസ് ചൈന. മറ്റാളെന്താ പറഞ്ഞേ? മറ്റാളെന്താ പറഞ്ഞ എനിക്കറിയില്ല. ഇതാണ് ചൈന ആയിരിക്കും പറയുന്നത്, പക്ഷെ ഇന്ന് വെച്ചാൽ US ആയിരിക്കും. പുള്ളി ഇത് പറഞ്ഞാണ് റൺ ചെയ്തത്. നമുക്ക് ചൈന അതൊക്കെ ഏത് പൊളിറ്റീഷ്യൻ ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് പൊളിറ്റീഷ്യനെ വാക്ക് പറയാത്ത? അതെല്ലാം കഴിഞ്ഞ് ഇത് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തായ്വാനിലെത്തി, ഫ്ലൈറ്റ് ഇറങ്ങി. അത് എനിക്കൊന്ന് ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാ കാനഡയിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാ. സോ അത് വളരെ ഫണ്ണി ആയിട്ട് തോന്നി എനിക്ക് ആദ്യം കണ്ടപ്പോൾ. അത് ബാക്കി കാനഡ ഇഷ്ടമാണ്. ഒരു രാജ്യം എങ്ങനെ ഡെവലപ്പ് ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബിൻസ് ഭായ്, ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകണമെന്നാണോ? എനിക്ക് ചൈന അത്ര വിശ്വാസം പോരാ. വൈ? മൊത്തത്തിൽ അവിടെ അത് ഞാൻ പറയില്ല, അവിടെ നടക്കുന്ന കാര്യമൊന്നും പുറത്തേക്കൊന്നും എന്താ? പക്ഷെ അവിടുത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ചൈനീസ് അതാ പറഞ്ഞ കാനഡയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചൈനീസ് പിള്ളേർ വരുന്നതിനുള്ള അവരടയ്ക്കുന്ന ട്യൂഷൻ ഫീസ് നമ്മുടെ എക്കോണമിയുടെ ഒരു പാർട്ടാണ്. എനിക്ക് അത് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൈന തന്നുണ്ടായിരുന്നു. പിള്ളേരും അവരുടെ ട്യൂഷൻ ഫീസും ഇപ്പോൾ നമ്മളത് നോക്കി ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൈന തന്നുണ്ടായിരുന്നു. ഫിലിപ്പീനിൽ നിന്നല്ലേ വരുന്നത് ഏറ്റവും കൂടുതൽ? ചൈന നമ്മൾ കോളേജിൽ തന്നെ എന്തര പേരും കണ്ടിട്ടുണ്ട്. സോ ചൈനീസ് പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന ട്യൂഷൻ റവന്യൂ എന്ന് പറയുന്നത് ബില്യൺസ് ആണ്. മൈക്കടിക്കുന്നു ഓക്കെയാണോ? സോ അപ്പോൾ അത്രയും ബില്യൺ റവന്യൂ ആണ് ചൈനയിൽ നിന്ന് പിള്ളേർ വരുന്നതുകൊണ്ട് മാത്രമേ ഇവിടെ യൂണിവേഴ്സിറ്റീസിന് കിട്ടുന്നത് ഗവൺമെന്റിലോട്ട് വരുന്നത്. അത് ഈ ഡീലിൽ ഒരു സാധനം കേട്ടോ. പിന്നെ അതെ ഇതിനകത്തുണ്ട് വിസയിലെസ് എൻട്രി. ചൈനയിലോട്ട് കനഡിയൻസിന് വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാനുള്ളത്. കാരണം ഇവിടെ എന്തോരം ചൈനക്കാരുള്ളത്, അപ്പോൾ അവർക്കൊക്കെ പോകണമെങ്കിലൊക്കെ അത് ഈ പുതിയ ഡീലിൽ വരുന്ന പുതിയ രീതിയിലത് അതുകൊണ്ട് ആർക്കെല്ലാം ചൈന പോകാൻ അത് അവർക്ക് നല്ലതാ. അവിടെ ഞാൻ മനസ്സിലാക്കത്തോളം അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ടീമുകൾക്കൊന്നും ഒട്ടും ഒരു വോയിസ് ഇല്ലാത്തതുപോലെയാ. ചൈനയ്ക്കുള്ളിലെ അതാ പറഞ്ഞ അവിടുന്ന് പുറത്തേക്കൊന്നും ന്യൂസ് ഒന്നും അധികം പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത് അങ്ങനെയാണ്. എനിക്കെന്തോ കമ്പാരിറ്റീവ്ലി പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ കമ്പാരിറ്റീവ്ലി എന്താ ഇത് ട്രംപിന് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ ട്രംപ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമായിരിക്കും. എന്തുവാണ് കാണിച്ചത്? അതിനകത്ത് തന്നെ എന്തോ ഉണ്ട്, പുള്ളി എന്തോ മനസ്സിൽ കാണുന്നുണ്ട്. അതാണ് ഇങ്ങനെ അതാ പറഞ്ഞത്. അത് കണ്ടപ്പോ കുഴപ്പം എന്താ, പുള്ളിയെ പേടിച്ച് അങ്ങനെ ജീവിക്കുന്ന എത്ര കാലം ഇരിക്കുന്നത് പുള്ളിയെ പേടിച്ച്? അല്ല, പക്ഷെ പുള്ളി പേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. കാനഡ എത്ര കാലം സപ്പോർട്ട് ഉണ്ടായിരുന്ന US അവർ അത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിഫൻസിലാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി ചോദിച്ചാൽ അത് കാനഡയുടെ മിടുക്ക് പോലെ ഇരിക്കും. US തുടങ്ങിയോണ്ടല്ലോ ഇപ്പൊ കാനഡ
അങ്ങനെ ആക്ഷൻ എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ലായിരുന്നു. അല്ല അത് കാനഡയുടെ തെറ്റാ, കാരണം അവര് സ്വന്തമായിട്ടൊരു ഫ്രീഡം ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റ് ആയിപ്പോയി. ഇൻഡിപെൻഡന്റ് ആകണമായിരുന്നു. അതാണ് എന്റെ ഒരു പ്രശ്നം. ആലോചിക്കണ്ടായിരുന്നു US ഒരു ദിവസം മതം മാറി എന്ത് ചെയ്യും, അത് സ്വന്തം ആലോചിക്കണ്ടായിരുന്നു. എനിക്കെന്തോ ഈ മൊത്തത്തിലൊരു ചൈനയുടെ ഒരു ഇത്, ചൈനയുടെ കുഴപ്പം എന്താന്ന് പറ. ചൈനക്ക് ലൈക്ക് അല്ല, ചൈന ഇന്ത്യയിലാണെങ്കിലും ഈ ബോർഡർ വൈസ് നോക്കാനാണെങ്കിൽ അവർ ടിബറ്റ് ഒരു 1950 അടിച്ചെടുത്തതാ. അതുപോലെ മറ്റേ ഇന്ത്യയുമായിട്ടും ബോർഡറായിട്ട് എന്തോ അപ്പൊ അവര് മൊത്തത്തിൽ അവരിങ്ങനെ ബോർഡർ അടിച്ചടിച്ചാണ് ഇത്ര ഇങ്ങനെ വലുതായത് മൊത്തത്തില്. അതാ പറഞ്ഞ, അപ്പൊ അവർക്ക് ടേക്ക് ഓവറിങ് ഒരു മൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ബോർഡർ ടേക്ക് ഓവർ ഒന്നും ടിബറ്റിനെ അവർ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്തല്ലേ മൊത്തത്തില്. ഇത്തിരിയുള്ള സ്ഥലമാണ് ബോർഡർ ആയിരുന്നു. അതവരുടെ രാജ്യത്ത് ടിബറ്റ് മൊത്തം എടുത്തിട്ടൊന്നുമില്ല അവര്. ഫുൾ എടുത്തില്ലേ അത്? ടിബറ്റ് ഇൻഡിപെൻഡന്റ് ഉള്ള രാജ്യം. ടിബറ്റ് നേപ്പാളിലും ചൈനയ്ക്കും നടുക്കായിട്ട് വരെ ഇറക്കും ടിബറ്റ്. നേപ്പാളിലെ സ്ഥലമാണ് ടിബറ്റ്, നേപ്പാളിനകത്തുള്ള സ്ഥലമാണ് ടിബറ്റ്. ഇല്ല, അവരൊരു ഈ സ്ഥലം വെച്ച് ബോർഡർ അതിന്റെ ഒരു മാപ്പ് എടുക്കാവോ? മാപ്പ് എടുക്കാമെങ്കിൽ കാണാൻ പറ്റും. അത് നേപ്പാളിനും ചൈനയ്ക്ക് ഇടയ്ക്കായിട്ട് വരും. ആ സ്ഥലം കൊണ്ടൊന്നും അവര് വലുതായിട്ടൊന്നും ഇല്ല, അത് ഉറപ്പാ. അല്ല, അതാ, പക്ഷെ അവർക്ക് ബോർഡർ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ട്. അതാണ്. പക്ഷെ US പക്ഷെ ഇത്രയും കാലമായിട്ടും നമ്മുടെ ഇത് എടുത്തിട്ടില്ല, അതായത് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞ ആഴ്ച ഒരു രാജ്യം അടിച്ചെടുത്തു, ഇപ്പൊ ഗ്രീൻലാൻഡ് അടിച്ചെടുത്തു. മുമ്പേ അതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പേ ഉള്ള ഒരു ബ്രദർഹുഡ് റിലേഷൻ പോലെയായി. അത് മാത്രമല്ല, നാറ്റോയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനും പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഗ്രീൻലാൻഡ് നാറ്റോയിലൊന്നും, ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് നാറ്റോ, ടിബറ്റ് എവിടെയാണ്? അതല്ലേ കുഴപ്പം, സ്വന്തം അലയല്ലേ, സോറി എന്റെ മനസ്സിൽ സ്വന്തം അലയല്ലേ, അതല്ലേ ഇപ്പൊ കുഴപ്പം. നേറ്റോ അതുകൊണ്ടല്ലേ അവരെ ഡിഫെൻഡ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ അതല്ലടാ, ചൈന വരുമ്പോൾ കണ്ടത് നേപ്പാളിനും ചൈനയ്ക്ക് നടുക്കായിട്ടുള്ള ഒരു സ്ഥലം പോലെയാ ടിബറ്റ്. അതവരാ ബോർഡർ ആകെ എടുത്തപ്പോഴത്തേക്ക് അത്ര സ്ഥലം അവരുടെ ആയി. അതിന്റെ ഇപ്പുറത്തടാ ലെഫ്റ്റ്, അതിന് ഇപ്പുറത്തെ നേപ്പാള്, അതിന്റെ അപ്പുറത്തെ ടിബറ്റ്, നടുക്കുള്ള സ്ഥലം അല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എന്തൊക്കെയോ ബോർഡർ, ഈ മംഗോളിയമായിട്ട് ഇന്ത്യയുമായിട്ട് എന്തോ ബോർഡർ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഒറ്റ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ അത് ബോർഡറിൽ. ഇത് ഏത് വർഷത്തെ? ഇത് 1950 എന്തോടാ, നല്ല പഴക്കമുണ്ട്, നല്ല പഴയ മാപ്പ്. അതുകൊണ്ട് എനിക്കത്, പക്ഷെ ഇതൊന്നും അങ്ങനെ ആർക്കും പുറത്തും. പക്ഷെ ചൈന എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടുള്ള എല്ലാം നല്ല വീഡിയോ. അവിടുത്തെ സിറ്റിസൺസ് ഒക്കെ, ടൂറിസ്റ്റുകളാണല്ലോ എല്ലാം ഹാപ്പി. അവിടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു 50 വർഷം മുമ്പിൽ അവരെല്ലാ കാര്യങ്ങളും അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നത്. 100% പോവർട്ടി ഇല്ല. അത് ശരിയായിരിക്കാം. എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിട്ട് ലോകത്തെ ആദ്യത്തെ രാജ്യം. അവർ ടെക്കിൽ എന്തുമാത്രം അഡ്വാൻസ്, നല്ല രീതി അവർക്ക് അത് വെച്ച് അതാണ് എന്റെ ഒരു കൺസേൺ. അവർ ഇപ്പൊ നീ പറഞ്ഞ പോലെ 50 വർഷം അഡ്വാൻസ്ഡ് അവര്. 2050 അവർ ഈ വരുന്ന കണക്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടുത്തെ എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യാൻ പറ്റുമോ? അത് വേറെ എതിരായതിനെ പറ്റാത്തത്. പക്ഷേ വേറെ രാജ്യത്തൊക്കെ കൂടുതൽ ഞാൻ ഒരു സംശയ നോട്ടത്തോടെ നോക്കുവാണെങ്കിൽ ഞാൻ ചൈനയാണ്. ഒരിക്കലും അല്ല, ഏറ്റവും കൂടുതൽ സംശയത്തോടെ നോക്കേണ്ടത് യുഎസിന്റെ CIA മൊസാദും ആണ്. അതൊക്കെ വിട്ടാലും അത് നമുക്ക് അറിയാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, നമ്മളൊരു സൂപ്പർവിഷനിൽ സർവൈലൻസിലാന്നുള്ളത്. പക്ഷെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴും ക്ലിയർ അല്ല. ബട്ട് സ്റ്റിൽ ഇവർക്ക് അതിന്റെ അൾട്ടിമേറ്റ് കേപ്പബിലിറ്റി ഉണ്ട് ഓൾറെഡി. ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാ, നമ്മൾ US-നെ ട്രംപിനെ ഒരു 25,000 ട്വീറ്റ് ദിവസം കാണാറുണ്ട്. ട്രംപ് ക്രേസിയാണ്, സൈക്കോ ആണ്, പൊട്ടനാണെന്ന് പറഞ്ഞ്. ചൈനയുടെ നമ്മൾ ഒരു ട്വീറ്റ് കാണാറുണ്ട്, ഇവിടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നവരുണ്ടല്ലോ. ചൈനയുടെ ട്വീറ്റുകൾ അങ്ങനെ വരാറില്ല. അവിടെ ട്വിറ്ററില്ല, 2 സോഷ്യൽ മീഡിയ ഒന്നും അവിടെ ഇല്ല. അവിടുത്തെ പ്രസ് മീഡിയ US-ന്റെ നമ്മുടെ അവിടെ ഇരുന്ന് ചൈന ഇരുന്ന് കാണാൻ പറ്റും ആ ട്രംപിന് പറയുന്നത് കൊള്ളാം. നമ്മൾ ഇവിടെ നിന്ന് എത്ര കാണുന്നു, ചൈനയിൽ ഒരു ന്യൂസ് മീഡിയ പറയുവാണ് ഇന്ത്യ ഇങ്ങനെ ചെയ്തു, ഒരു അപ്ഡേറ്റും ഇല്ല, പറയാൻ പറ്റത്തില്ല. അവിടെ 100% ആൾക്കാർ എന്തായാലും അത് നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവിടെ നടക്കത്തില്ല ഇല്ല കാര്യം. പക്ഷേ അതൊന്ന് ആലോചിക്കണം. ഇപ്പൊ പറഞ്ഞ ഫ്രീ കൺട്രി ഉണ്ടല്ലോ യുഎസിലെ ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ? യുഎസിലെ ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ? ക്രിറ്റിസൈസ് ചെയ്യാൻ 100% പറ്റും. എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. അടുത്ത ദിവസം വീട്ടിൽ പോലീസ് വരും. US ഞാൻ പറയാം, ഈയിടെ ഏത് ദിവസം അത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പൊ പുറത്തിറങ്ങി അമേരിക്കൻ ഫ്ലാഗ് കത്തിച്ചെന്ന് വെച്ചോ, നിന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ നീ അവിടെ ഒരു ഇസ്രായേലിന്റെ ഫ്ലാഗ് കത്തിച്ചു നോക്കിയേ, അടുത്ത ദിവസം നിന്നെ യുഎസിൽ ആൾക്കാരെ അമേരിക്കൻ ഫ്ലാഗ് ലീഗലാ. കേക്ക് യുഎസിൽ ആൾക്കാരെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്. അവര് ഇസ്രായേലിനെ പറ്റി എതിരെ പറയുമ്പം അടുത്ത ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ. പക്ഷെ ഞാൻ പറഞ്ഞത് US-ന് ഒരു പൊളിറ്റീഷ്യനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷെ അതാണ് അതങ്ങനെ പോലീസിനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. ഞാൻ പറയാം, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഉണ്ട്, ഫ്രീഡം ഉണ്ട് അവിടെ. ഇവിടെ അവിടെ അതുപോലും ഇല്ല. അവിടെ ഒരു മൈനോറിറ്റി ക്ലാസ് ഇതിന് പറയുന്നത് കണ്ടിട്ട് പോലും. അതിന്റെ അർത്ഥം അവർക്ക് അതിനൊരു വോയിസ് ഇല്ലാന്നാണ്. ഇവിടെ അത് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് ഫ്രീഡം ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. ഇല്ല, പക്ഷെ ഇത് എത്രയോ വീഡിയോ ഉണ്ട്, ട്രംപിനെ പറ്റി തെറി പറയുന്ന എത്രയോ വീഡിയോ ഉണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു പുള്ളി പെഡോഫൈൽ എന്ന് വിളിച്ചതിന് പുള്ളി എന്ത് പറഞ്ഞ എഫേർഡ് പറഞ്ഞ് മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് പോയി. അയാളെ പ്രസിഡന്റാ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ, എഫേർഡ് പറഞ്ഞിട്ട് മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് പോയി. അടുത്ത ദിവസം പുള്ളിയെ ഫയർ ചെയ്തു, കമ്പനിയിൽ നിന്ന് പുറത്താക്കി, പുള്ളിയുടെ ജീവിതം പോയി.
എടാ ഇതിപ്പോ ഒരാളല്ല, ഒരു ഒരുപാട് പേര് president- ചെയ്യുന്നുണ്ട്. അത് പക്ഷെ അത് വാലിഡ് ആണ്. കാര്യം ഒബ്വിയസ്ലി ഒരു ഒരു രാജ്യത്തിന്റെ കമ്പനി വർക്ക് president- ചെയ്യുമ്പോഴത്തേനും ആ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ റൂൾസുമായിട്ട് പക്ഷെ അതാ റിലേഷൻ ഉണ്ട്. പ്രസിഡന്റിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താ അവിടുത്തെ പ്രസിഡന്റ് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കാര്യം ഒരു പ്രസിഡന്റ് അങ്ങനെ ചെയ്യത്തില്ല. പ്രസിഡന്റ് ഇപ്പൊ പറയും ഓക്കെ മോനെ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ചെയ്തുള്ളൂ. ട്രംപ് ചെയ്തത് ഇങ്ങനെ കാണിച്ചിട്ട് പോയി. പക്ഷെ പിന്നെ പുള്ളി ട്രംപ് ഒന്നും ചെയ്തില്ല, പിന്നെ കമ്പനിയെ ഫയർ ചെയ്ത്. അതാണ് ട്രംപിന്റെ സംഭവം. ട്രംപ് തിരിച്ച് തെറി വിളിച്ചു, മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് പുള്ളി നടന്നുപോയി. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് അങ്ങനെ ചെയ്തില്ല. പ്രസിഡന്റ് അതാണ് എല്ലാ പ്രസിഡന്റും അങ്ങനെ ഒരു ഡിമീനർ ഉണ്ട്. ഇയാള് മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് പോയി അയാള് അപ്പൊ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ വേറെ പറയാം. പിന്നെ പുള്ളിക്കെതിരെ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആൾക്കാരുണ്ടല്ലോ, അവരെ കൊല്ലണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ട്രംപ്. അതാ പറഞ്ഞു ട്രംപിന്റെ സംഭവം. ട്രംപിൽ അവിടുത്തെ പുള്ളി രണ്ടാമത് കൊല്ലണം അതേ രാജ്യത്തെ പറയുന്നത് ചൈന പറയോ? പുള്ളി ഇവിടെ അതല്ലേ നടക്കുന്നേ. യുഎസിന്റെ ഹിസ്റ്ററിയിൽ ഇതുവരെയായിട്ട് ഒരു പ്രസിഡന്റ് ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല എക്സെപ്റ്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം പുള്ളിനെ എലക്ട് ചെയ്തത്. കാര്യം പുള്ളി അങ്ങനെയാണ്. പുള്ളി പക്ഷേ ഈ രണ്ടാമത്തെ തവണ പുള്ളി പറഞ്ഞു, ആദ്യ തവണ പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പുള്ളി മരിച്ചപ്പോഴത്തേനും സാധാരണ എല്ലാവരും ഒരാൾ മരിച്ചുപോയി, സ്വന്തം എനിമിയാ. അപ്പൊ ഉള്ളിനുള്ളിൽ സന്തോഷം കാണും. പക്ഷെ പറയും ഐ പുട്ട് മൈ കണ്ടോളൻസൻസ് ആൻഡ് യു നോ ഐ ഫീൽ ഗോഡ് ബ്ലെസ്. പുള്ളി പറഞ്ഞത് അങ്ങനെ തന്നെ വേണം, ഗ്രേറ്റ് ഗുഡ് ഗോയിങ്. അത് പുള്ളി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ലൊരു കാര്യം, നല്ല കാര്യമല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചില ആൾക്കാർ പറയും ഓ അവൻ എന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും തെറി പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല കാര്യം. പക്ഷെ പുറത്ത് പറയും ഓ കഷ്ടമായി പോയി. അതാണ് കുഴപ്പം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സന്തോഷം വരും. സെയിം രീതിയിൽ ആ പുള്ളി ട്രംപിനെ ചെയ്തേക്കുന്നത് വേറെ ലെവലാ, ട്രംപിനെ പുള്ളിക്ക് ചെയ്തേക്കുന്നത് ഹിസ്റ്ററി വേറെ ലെവലാ. പക്ഷേ പുള്ളി അന്ന് ട്വീറ്റ് ഇട്ട് വരുന്നു, ഒബ്വിയസ്ലി ബുദ്ധിയുള്ള ആൾ എന്തിടാൻ പോകുന്നത് ഐ ഫുഡ് മൈ കണ്ടോളൻസൻസ്. പുള്ളി ഇട്ടത് ഗ്രേറ്റ് യുനോ അവൻ ഒരു സൈക്കോ ആയിരുന്നു, സൈക്കോപാത്തായിരുന്നു, അവന്റെ തലക്കിടിച്ചാണ് അവനെ ഇടിച്ചു കൊല്ലണമായിരുന്നു പറഞ്ഞു. അതാണ് ഡേഞ്ചർ. ഇത് ഇത്രയും പവർഫുൾ ആയ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ കണ്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഇങ്ങനെ ആളെന്ന് ആലോചിക്കണം. പുള്ളിക്ക് തോന്നുന്ന കാര്യം പുള്ളി അപ്പം ചെയ്യും. അതാണ് 2016 പുള്ളി ഇലക്ഷൻ ഓടിയപ്പോഴും ഏറ്റവും വലിയ ആർഗ്യുമെന്റ് പുള്ളിയുടെ അഗേൻസ്റ്റ് അതായിരുന്നു. പുള്ളി സൈക്കോ ആണ്, ഈ 4 വർഷത്തിൽ എന്ന് നടക്കാൻ പോകുന്നത്. പക്ഷെ ആ 4 വർഷത്തിൽ ഒന്നും നടന്നില്ല. അതാണ് അന്ന് നടക്കുന്നതല്ല ഇന്ന് നടക്കുന്ന പറഞ്ഞാൽ ആൾക്കാർക്ക് റോഡിലൂടെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ച് കളറുള്ള സ്കിന്നുള്ള ആളാന്ന് വെച്ചു, എതുവഴി വന്ന് പൊക്കിയെടുത്തോ കിഡ്നാപ്പ് ചെയ്തെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. സിറ്റിസൻസിനെ വരെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് എവിടെ ഡിറ്റൻഷൻ സെന്ററിലാണെന്ന് പറഞ്ഞ് കൊണ്ടിടുന്നു. പക്ഷെ എവിടുന്നാന്ന് എവിടെ പോകുന്ന ആർക്കും അറിയത്തില്ല. വീട്ടുകാരൊക്കെ തപ്പി നടക്കുക, എൻ്റെ വീട്ടിലുള്ളവരെ തട്ടിക്കൊണ്ടുപോയി. എവിടെ ഒരു ഡേറ്റ ഇല്ല, ഡേറ്റ ബേസിൽ എങ്ങും പേരില്ല. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും വരുന്നത് എവിടെയും ഡിപ്പോർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവും. അതിപ്പോൾ വെള്ളക്കാരാണെങ്കിൽ പോട്ടെ, നീ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബ്രൗൺ സ്കിൻ ആളാണെന്ന് വെച്ചു, നീ ഒന്നും തെരിയില്ലെന്ന് കഴിഞ്ഞാൽ നിന്നെ പേപ്പർ പോലും ചോദിക്കത്തില്ല. അവിടെ ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നിന്നോട് ചോദിക്കും പേപ്പർ ഉണ്ടോ, ഇല്ല, ഇല്ലെങ്കിൽ തട്ടിയെടുത്തോണ്ട് പോവാ. ഇപ്പം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കാനഡ ചൈനയായിട്ട് അലയൻസ് വെച്ചു, സോ നീ അതാണോ അതോ US ആയിട്ട് അലയൻസ് വെക്കുന്നതിനാണോ? US ആയിട്ടുള്ള ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, US വിശ്വസിക്കാൻ അല്ല, പറ്റില്ല. നീ ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ചൈനയായിട്ടുള്ള 100%. അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞു കാനഡ 50% സ്റ്റേറ്റ് ആവട്ടെ എന്ന് പറഞ്ഞു. അത് നീ ഇപ്പം നോ പറയും? ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ട്രംപിനെ പുള്ളിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ പുള്ളി 51st സ്റ്റേറ്റ് ആവട്ടെ എന്ന് പറഞ്ഞത് 51st സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് അത് വിശ്വസിച്ചവന്മാരാണ് പുള്ളി പവറിൽ നിന്ന് പോയത്. പുള്ളിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, പുള്ളിനെ ബിഹേവിയർ നോക്ക്. പുള്ളി എനിക്ക് മനസ്സിലായത് വെച്ച് മേ ബി തെറ്റായിരിക്കും. പുള്ളിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ എപ്സിൻ്റെ സംഭവം നടക്കുക. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, ബുദ്ധിപരമായിട്ട് പുള്ളിയിട്ട് ക്യാമറയിൽ ഒരു വലിയ സംഭവം വിളിച്ചു പറയും. പുള്ളിനെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഇങ്ങനെ പിടിച്ച് തുടങ്ങും. പുള്ളിയുടെ ട്രിക്കാണെന്ന് എല്ലാവരും അതിൻ്റെ പുറകെ പോയി. എന്നിട്ട് പുള്ളി പുറകെ കൂടെ ചെയ്യും. ഈ ഇറാൻ്റെ അറ്റാക്ക് നടന്ന് ആ സമയത്ത് ഫുൾ ആൾക്കാർ എപ്സ്റ്റീനാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് പുള്ളി കുറേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യും. ആൾക്കാർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഈ അറ്റാക്ക് നടക്കാൻ പോകുന്ന ആരും അറിഞ്ഞില്ല, പുറകെ കൂടെ സംഭവം നടന്ന്. അതാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ സംഭവങ്ങൾ പുള്ളി ഇപ്പോൾ ഈ 51st സ്റ്റേറ്റ് പറഞ്ഞത് പുള്ളി അതിന് വേണ്ടിയല്ലായിരുന്നു. പുള്ളി ആ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് അപ്പോൾ എന്ത് ചെയ്തു, ഒരു പുള്ളി പറഞ്ഞില്ല ഞങ്ങൾ ട്രംപിന് അഗേൻസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പുള്ളി പവറിൽ നിന്ന് പോയി. അത് എനിക്ക് തോന്നുന്നില്ല പുള്ളി 51st സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ അത് പറയുമ്പോഴത്തേനും ആൾക്കാർ പെട്ടെന്ന് പോവും. ആൾക്കാർ പക്ഷേ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് 51st സ്റ്റേറ്റ് ആക്കണം പറയുന്നത് അത് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി എടുക്കാൻ പോകുന്നുണ്ട്. ഇല്ല, പുള്ളി മിലിറ്ററിയെ വിടുവാന്ന് പറഞ്ഞു അങ്ങോട്ട്. പക്ഷെ പുള്ളിയുടെ ടോപ്പ് മിലിറ്ററി ഒഫീഷ്യൽസ് പറഞ്ഞു പറ്റത്തില്ല, അത് കോൺഗ്രസിനെതിരെയാണ്, ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് ഈ ഡീല് പോയില്ലെങ്കിൽ, ഇത്രയും മില്യൺ ഡീലിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് മെഷർ എടുക്കാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. മിലിറ്ററി വെച്ചാണല്ലോ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ഓർഡർ പ്ലാനൊക്കെ ഔട്ട്ലൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ടോപ്പ് ഒഫീഷ്യൽസ് പറഞ്ഞു ഇത് കോൺഗ്രസിനെതിരാണ്, ഞങ്ങൾ ചെയ്യില്ല. അവിടെ ബോധമുള്ളവരുള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ UK, ഫ്രാൻസ്, ജർമ്മനി എല്ലാവരും ഗ്രീൻലാൻഡിലോട്ട് ട്രൂപ്സിനെ ഇട്ടേക്കോ ഡിഫെൻഡ് ചെയ്യാൻ. US അവിടെ വരുവാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂറോപ്പിലെ എല്ലാവരും അവിടുത്തെ ട്രൂപ്പിനെ ഇട്ടേക്കുക.
എങ്ങോട്ടാ ഈ ലോകം പോകുന്നത്? വേൾഡ് വാറാ. കാരണം USA അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു വാർ ഉണ്ടാവും. USA അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഒറ്റയ്ക്കല്ല, യൂറോപ്പ് ഫുള്ളുണ്ട് അവരുടെ ബാക്കിൽ. സോ നമ്മുടെ ഞാൻ ചൈന ടോപ്പ് നമ്മുടെ ചൈനീസ് നമ്മുടെ കാനഡ സമ്പത്തി തിരിച്ചു വരുമ്പോഴത്തേനും സോ ആക്ച്വലി കാനഡ ചെയ്യുന്നതിന് വേറെ കുറക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർ ഓൾറെഡി US വിട്ടുപോയി. കാര്യം യുഎസുമായിട്ട് ട്രംപ് വന്നേ പിന്നെ ആ ഒരു റിലേഷൻ കറക്റ്റായിട്ടല്ല പോകുന്നത്. എനിക്ക് തോന്നുന്നില്ലായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്റ്റേറ്റ് ആക്കാൻ കാര്യം നടക്കത്തില്ലായിരുന്നു. പക്ഷേ പുള്ളി ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ ഒരു ട്രേഡ് കറക്റ്റായിട്ട് നടത്തണം. അപ്പോൾ അതിന് പുള്ളി ഉദ്ദേശം പോലെ തന്നെ നടക്കുകയും ചെയ്തു. കാനഡ സംഭവം ഇവൻ ഈ ഒരു സംഭവം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു അൺടിൽ ഓർ അൺലെസ് ആ ഒരു ആഡ് TV-യിൽ ഓടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ട്രംപ് അങ്ങനെയാണ്. ട്രംപിനെ അഗെയിൻ നമുക്ക് ട്രംപിനെ ഇഷ്ടപ്പെടാതിരിക്കാം. നമുക്ക് നിലവിൽ എന്താണ് ആഗ്രഹം പുള്ളിയുടെ ഒരു ഡീല് നടത്തുക. ഡീല് നടത്തുമ്പോൾ ആദ്യം എന്താണ് മനസ്സിലാക്കുന്നത്, ആരോടാ ഡീല് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ട്രംപിനെ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര പാടാണെന്ന്. കുറച്ചിരുന്ന് അനലൈസ് ചെയ്താൽ എനിക്ക് മനസ്സിലായെന്നല്ല പറഞ്ഞത്, പക്ഷേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ട്രംപിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് പുള്ളി ഇന്ന് പറയും ഇന്ത്യൻ പ്രസിഡന്റ് ഈസ് ഗ്രേറ്റ് അമേസിംഗ് എന്ന് പറയും. 20 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി പറയും പുള്ളിനെ പോലത്തെ വൃത്തിയിട്ട ആളൊന്നും ഇല്ലാന്ന് TV പറയും. പുള്ളി അങ്ങനത്തെ ആളാണ്. പുള്ളിനെ ഒരാൾ കോംപ്ലിമെന്റ് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടും, പുള്ളി തിരിച്ചു പറയും. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരാളെ ലോകത്തെ ഏറ്റവും വലിയ ഈഗോ ഉള്ള ആൾ എന്ന് വെച്ചാൽ US-ൻ്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ അത്രയും വേറെ ലെവൽ ഈഗോ വേണം. കാര്യം ഒരു എൻ്റെ കൺട്രിയുടെ ഡിസിഷൻ ഞാൻ തന്നെ എടുക്കാമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ നോക്കുകയാണെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഒരു സൈക്കോയ്ക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ ഒരു പ്രസിഡന്റായിട്ട് ഓടത്തുള്ളൂ. ആ ഒരു പുള്ളിക്കെതിരെ ഒരു ആഡ് ഇവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ അവർ ഉദ്ദേശിച്ചത് അതെനിക്ക് മനസ്സിലായില്ല. അത് ആ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ US പറഞ്ഞു ഇപ്പോഴും ഇവർ ചൈനയായിട്ട് ഡീൽ വെക്കുന്നതിന് അത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പിന്നെ കറക്റ്റാണ് ചൈന പറഞ്ഞ പോലെ ലൈക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ട്രംപ് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുക. അപ്പോൾ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല, അവർക്ക് ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് December 5 നടന്ന സംഭവമായിരുന്നു. ട്രംപും കാർണിയും ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഗെയിമിൻ്റെ സംഭവത്തിലാണ്. പുള്ളി സംസാരിക്കാൻ നോക്കുക. സോ ഇതിൻ്റെ കുറച്ചുകൂടി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പുള്ളി കുറേ നേരമായിട്ട് സംസാരിക്കാൻ നോക്കും, എന്നിട്ട് പുള്ളി തിരിഞ്ഞു എന്തോ പറഞ്ഞു പുള്ളി. സോ അഗൈൻ പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ കൺട്രി നോക്കണം. പുള്ളി ഇപ്പോൾ US-ഉമായിട്ട് നല്ല ഇതിലല്ല. പക്ഷേ US-ന് എനിക്ക് തോന്നുന്നില്ല. US-ൻ്റെ എനിക്ക് തോന്നുന്നു നാളെ ഒരു പ്രശ്നം വന്നാൽ കാനഡയ്ക്ക് ആദ്യം ഫ്രണ്ട് വരാമെന്ന് US ആയിരിക്കും. കറക്റ്റ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. US-ഉം കാനഡയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇവിടെയുള്ള ആൾക്കാർ പുള്ളിയുടെ പകുതി ഫാമിലി അവിടെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു കൺട്രിയിൽ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ. പക്ഷേ ഇന്ന് ഒരു പിണക്ക് വ്യത്യാസമുണ്ട്. അത് കാനഡയ്ക്കുള്ള ദേഷ്യം US-നോടല്ല ട്രംപിനോടാണ്. പുള്ളി അത് ചോദിച്ചു വാങ്ങിച്ചാൽ പുള്ളി ട്വീറ്റ് ഇട്ട് വാങ്ങിച്ച സംഭവമാണത് അപ്പോൾ അതാണ് എൻ്റെ ടേക്ക്. പക്ഷേ ഈ ഒരു ടേക്ക് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഹെൽപ്പ് ചെയ്യുന്നു. ചൈനയായിട്ടുള്ള അലയൻസ് ഒബ്വിയസ്ലി US വീണ്ടും അപ്പോൾ ഈ ഒരു സംഭവം എത്ര ഫ്രണ്ടിലേക്ക് വന്നോ അത്രയും പുറകിലേക്ക് പോകും. ആൻഡ് അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് ഫുള്ള് US-നെ വരത്തുള്ളൂ. മെജോറിറ്റി. കാര്യം US-നെ വിട്ടിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ചൈനയെ എത്ര ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നോ അത്രയും പ്രശ്നം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അപ്പോൾ പക്ഷേ ഇവർക്ക് വേറെ മൂവ്സും ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ US-ഉമായിട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടി എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യണം. പക്ഷേ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നില്ല അറ്റൻഷൻ വരെ കൊടുക്കുന്നുണ്ടാകുന്നു. കാര്യം പുള്ളിക്ക് അത്രയും മാറ്റർ ചെയ്യുന്ന സംഭവമല്ല കാനഡയായിട്ടുള്ള ഡീല്. അപ്പോൾ അതാണ് എൻ്റെ ടേക്ക്. സംഖ്യൻ്റെ ടേക്ക് ഫൈനൽ ടേക്ക്. എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇപ്പോൾ നമുക്ക് ടെമൂന്നൊക്കെ സാധനം മേടിക്കാൻ എളുപ്പമാവും. ടെമൂന്ന് മേടിക്കുന്ന അതൊരു സംഭവം, അതും ഞാൻ പറയാൻ വരുമായിരുന്നു. പക്ഷേ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈവൻ ചൈനീസ് എനിക്ക് തോന്നിയ ഒരു ട്രസ്റ്റബിൾ ആണ്. കാരണം ഞാനാണെങ്കിലും ഇവിടെ ചൈനീസ് ആൾക്കാരുണ്ട്, നമ്മളവരായിട്ട് സംസാരിക്കാൻ പറ്റും, അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും എന്താ സംഭവം എന്ന്. അവർ ഒന്നും ഒളിപ്പിച്ച് വെക്കത്തില്ല. അവരുടെ അടുത്ത് അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ അവർ പറയും. കാരണം അവരിപ്പോൾ ഇവിടെ കനേഡിയൻ സിറ്റിസണാണ്, അവർക്ക് അവരായിട്ടൊരു ബന്ധമില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, അവർ പറയുകയും ചെയ്യും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൾച്ചർ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഇപ്പോൾ ഒരു പട്ടീനെയും പൂച്ചേനെയൊക്കെ തിങ്ങനെ ആളുടെ കൂടെ നിൽക്കുക, അതെയോ നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ഫുഡ് ഇങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കും. അപ്പോൾ പട്ടീനെ തിങ്ങാൻ എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയും ഞാൻ ഈ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറയും. കാരണം എനിക്കിപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും എലീൻ്റെയൊക്കെ മണടിച്ച് ഞാൻ ചാവും. അപ്പോൾ അത് കാരണം ഞാൻ ഈ വീട്ടിൽ താമസിക്കും. ഇച്ചിരി പ്രശ്നം ഉണ്ടായാലും ഇടയ്ക്ക് അടി കൊണ്ടാലും കുഴപ്പമില്ല. എനിക്ക് കുറച്ചുകൂടെ ആ ഒരു കൾച്ചർ കാരണമാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടം. കാരണം പന്നിയിറച്ചി കഴിക്കും. പന്നിയിറച്ചി എത്ര വേണമെങ്കിൽ കഴിക്കാൻ ദിവസം നമുക്ക് വീട് മാറാം. പന്നിയിറച്ചി ഉണ്ടാക്കണ ദിവസം നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം. പക്ഷേ അങ്ങനെ തന്നെ ഈവൻ നമ്മൾ മലയാളീസ് ഇപ്പോൾ കുറേ സംഭവങ്ങൾ കഴിക്കും, അത് വേറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ആസാമിൽ പുഴുവിനെയൊക്കെ കഴിക്കും, പക്ഷെ നമുക്ക് ഇഷ്ടമല്ല. അത്
നേപ്പാളിൽ അവർ നമ്മുടെ ഈവൻ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെ കഴിക്കും ആൾക്കാർ, അത് പലവർക്കും ഇഷ്ടമല്ല. അതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവങ്ങളൊക്കെ അവർ കഴിക്കണതുകൊണ്ട് അവരുടെ ഒരു കൾച്ചർ നമുക്ക് ഇഷ്ടമല്ല. അതൊരു മെയിൻ സംഭവം. പിന്നെ സെക്കൻഡ്ലി ഇപ്പോൾ ഒരു ഫോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് ചൈനീസ് ആണോ എന്നാൽ വേണ്ട. കാരണം എനിക്കറിയത്തില്ല നമ്മൾ എത്ര പേര് ഒരു ചൈനീസ് ഫോൺ മേടിക്കും. ഞാൻ ചൈനീസ് ഐഫോൺ ഇത് ബിൽഡ് ചെയ്തേക്കണേ ചൈനീസ്, ബിൽഡ് ചെയ്തേക്കണേ, പക്ഷെ ഇത് ചൈനീസ് ബ്രാൻഡ് അല്ലേ. ഷവമി ഷവമി ഞാൻ മേടിക്കത്തില്ല, ഞാൻ മേടിക്കത്തില്ല. ഫോൺ എൻ്റെ കയ്യിരിക്കുന്ന നല്ല ഫോണാണ് ഷവമി. ഷവമി നല്ലതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഷവമി പണ്ട് തൊട്ട്. ചെറുതല്ല, നമ്മുടെ കാശ് കൊണ്ട് നല്ല സാധനം മേടിക്കണം. ചൈനയിലുള്ള എന്ത് ഐറ്റം ആണെങ്കിലും നമ്മൾ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ കാണുന്നത് ഏതാ ലോക്കൽ സാധനമായിരിക്കും. പക്ഷെ അവർ പറയുന്നത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യപ്പെട്ട നല്ല സാധനം മേടിച്ചു വെക്ക്, അടിപൊളിയായിരിക്കും. ഞാൻ നാട്ടിൽ ഹുവാവേക്ക് നിർത്തിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ റിയൽമി ഉപയോഗിച്ചിട്ടുണ്ട്, ഷവമി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല 1 വർഷം വർക്ക് ചെയ്യും, 2 വർഷം വർക്ക് ചെയ്യും, നമുക്ക് കിട്ടുമ്പോൾ നല്ലതായിരിക്കും. പക്ഷെ ലോങ് ടൈമിൽ നമുക്ക് ഒട്ടുമില്ല, കാരണം അവർ ചീപ്പ് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാറില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഹുവാവേ ചൈനീസാ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഹോണർ പണ്ടുണ്ടായിരുന്നേ, ഹോണറൊക്കെ ഭയങ്കര ശോകമാടാ. അതൊക്കെ ഹോണറൊന്നും ഇപ്പം ഇല്ല. ചൈനീസ് അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും എനിക്കറിയത്തില്ല അത്ര റിലയബിൾ ആണോ എന്ന്. കാരണം ചൈനീസ് ഈവൻ കാറാണേലും അതൊക്കെ ഷോകാന്ന് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇനീഷ്യലി നല്ലതായിരിക്കും, പയ്യെ അതിൻ്റെ ബാറ്ററി ലൈഫ് എല്ലാം ഭയങ്കര ഷോകാ. ഈവൻ ഫോണാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിടത്തോളം വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചൈനീസ് ഫോണൊന്നും. ഈവൻ ഇന്ത്യൻ ഫോൺ അതിൽ നല്ലതാ. സാംസങ് കൊറിയൻ അല്ലേ? സാംസങ് കൊറിയനാ മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കും, പക്ഷെ ചൈനീസ് ബ്രാൻഡ് ഏതാ? OnePlus, ഷവമി, റിയൽമി, അങ്ങനത്തെ എല്ലാം ഈ നത്തിങ്. അതെല്ലാം ഇനീഷ്യലി നല്ല. 1 വർഷം കഴിഞ്ഞിട്ട് എത്ര ഫോൺ ഐഫോൺ ഓടുന്ന പോലെ ഓടുന്നുണ്ട്. ഒട്ടുമിക്ക ഈ ഹോണറൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വര വീഴുന്ന എടുക്കുന്നു. ആദ്യം ഒരു വര ഉപയോഗിക്കുന്ന ഏത് ഫോണാ? ഇപ്പോൾ സാംസങ്. സാംസങ് കുഴപ്പമില്ല, കാരണം അത് ചൈനീസ് ബ്രാൻഡ് അല്ല. നിന്റെ ഇത് അവിടെ തട്ടുന്നുണ്ട് ടേബിളിൽ, നിന്റെ ഈ ഇരുമ്പ് മൈക്കിന്റെ ഇരുമ്പ്. അത് ഈ ടോപ്പിക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തതിന് ഞാൻ ജസ്റ്റ് ചെറിയൊരു റീൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ജസ്റ്റ് ഈ ടോപ്പിക്ക് വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടതാ. ഇത് നമ്മുടെ ഒബാമ ഒരു ആളെ അസാസിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റും ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുമാണ് മറ്റേ IELTS ബാൻ 9 ബാൻ 5 പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് കണ്ടിരിക്കണം. ഇത് കാണുമ്പോൾ പുള്ളി ആരാന്ന് മനസ്സിലാവും, പുള്ളിയുടെ രീതി. Abu Bakr al-Baghdadi is dead. The United States launched a targeted operation against that compound. They did a lot of shooting and they did a lot of blasting, even not going through the front door. You know, you think you go through the door. If you're a normal person, you say, knock, knock, may I come in? After a firefight, they killed Osama bin Laden and took custody of his body. He died like a dog. But his death does not mark the end of our effort. A beautiful dog. A talented dog. We give thanks for the men who carried out this operation. And I don't get any credit for this, but that's okay. I never do. And here we are. May God bless you. And may God bless the United States of America. And I'm writing a book. And there were 12 books. They all did very well. സോ അഗൈൻ ഇത് ഒബാമയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അത്ര എലഗൻ്റായിട്ട് വേറെ പ്രസിഡന്റ് ഞാൻ കണ്ടിട്ടില്ല, പുള്ളിയുടെ സ്പീച്ച് സംഭവം. പക്ഷേ ഇതെല്ലാം ChatGPT നിന്ന് എടുത്തവരുണ്ട്. ട്രംപിൻ്റെ പുള്ളിയും ചെയ്ത സെയിം രീതിയിലൊരു സംഭവമാണ്, പക്ഷേ പുള്ളിയുടെ സ്പീച്ച് അങ്ങനെയാണ്, പുള്ളി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. തോന്നുന്നു ഒബാമ ടെലപ്രോംപ്റ്റർ നോക്കിയിട്ട് ജസ്റ്റ് നോക്കി വായിക്കുവാന്ന് തോന്നുന്നു. കറക്റ്റ് പെർഫെക്റ്റ് ആണ്. പറഞ്ഞ സാധനങ്ങൾ നോക്കി വായിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ സംഭവം എനിക്ക് തോന്നുന്നില്ല. ടെലപ്രോംപ്റ്റർ ഉണ്ടോ? അത് ഉറപ്പായിട്ട്. കഴിഞ്ഞ ദിവസം മറ്റേ ഞാൻ പറഞ്ഞില്ല ഹെൽത്തിന്റെ ഒരു സാധനം ഇറങ്ങി, അത് പുള്ളി പക്ക അങ്ങനെ വായിച്ചു. പക്ഷെ ഇത് അന്നേരം വായി വന്നത് പറഞ്ഞേ ഉള്ളൂ. ടെലപ്രോംപ്റ്റ് സംഭവം കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. പക്ഷേ ആൾക്കാർ പറയുന്ന പുള്ളി കേൾക്കത്തില്ല. അങ്ങനെയല്ല പറയേണ്ടത്. പക്ഷേ ചില ആൾക്കാർക്ക് പുള്ളിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം അങ്ങനെയാണ്. പുള്ളി ഇച്ചിരി അൺഫിൽറ്റേഡ് ആണ്, ഫ്രാങ്ക് ആണ്, ഓപ്പൺ ടു മൗത്ത് ആണ്. ഇവൻ കഴിഞ്ഞ ദിവസം മീഡിയയിൽ സെയിം സംഭവം പുള്ളിയോട് അവിടെ പുള്ളിയുടെ പ്രസ് സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രസിഡന്റ് ഇങ്ങനെ സംഭവം. പുള്ളിക്കാർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ എത്ര സംഭവം ചെയ്തായിരുന്നു, എത്ര പ്രാവശ്യം പ്രസിഡന്റിനോട് സംസാരിച്ചു, കഴിഞ്ഞ 4 വർഷം ചെയ്ത് നിങ്ങൾ ഒരു മാസത്തിൽ നിങ്ങളിപ്പോൾ ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വരാൻ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. എനിക്കൊന്ന് അവർ ചോദിച്ചത് നിങ്ങളുടെ പ്രസിഡന്റിനെ ഒരാളെ പിഗ്ഗി എന്ന് വിളിക്കുന്നത് കറക്റ്റാണെന്ന് ചോദിച്ചു. ഒരു റിപ്പോർട്ടറെ പിഗ്ഗി എന്ന് വിളിച്ചു. അപ്പോൾ പുള്ളിക്കാർ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, പുള്ളി അങ്ങനെയാണ്, പുള്ളി ഫ്രാങ്ക് ആണ്, ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം പ്രസിഡന്റ് ആയത്, അതുകൊണ്ടാണ് ആൾക്കാർ പുള്ളിനെ എലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വരുന്നു, പുള്ളിയുടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, ഒന്നും ഇവിടെ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. സെയിം രീതിയിൽ പുള്ളിക്ക് തോന്നി തിരിച്ചു പറയാം. അപ്പോൾ അത് കേൾക്കാൻ വരുന്ന ആൾക്കാർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അത് നല്ലതാണോ? അല്ല. പ്രസിഡൻഷ്യനാണോ? ഒട്ടും അല്ല. പക്ഷേ
അതുകൊണ്ടാണ് പുള്ളീനെ ചില ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ മൈൻഡ്, തോട്ട്സ്, സംഭവങ്ങളെല്ലാം പുറത്തൊക്കെ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ ക്യാരക്ടർ മാറ്റി വെച്ച് ചില ആൾക്കാർ പറയുമല്ലോ, ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ ലുക്ക് അറ്റ് ദെയർ ആക്ഷൻ ആൻഡ് നോട്ട് ദെയർ വേർഡ്സ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ മേ ബി ചില ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് പുള്ളിയുടെ കാണാൻ പറ്റും. ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഷെയ്ഡ് ഓഫ് ഗ്രേ ഉണ്ടാവും, ചിലപ്പോൾ ഫുള്ളി ഡാർക്ക് ആയിരിക്കത്തില്ല ട്രംപ്. ചിലപ്പോൾ ആക്ച്വലി പുള്ളി മേ ബി ഞാൻ എനിക്ക് വേണ്ടി, പക്ഷേ ഞാൻ US ഫസ്റ്റ് വെക്കുന്നത്. US ഈ കൺട്രീനെ ഇത്രയും വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എൻ്റെ പ്രതിമ നാളെ പണി അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ആ ഒരു ഈഗോ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പുള്ളിക്ക് ഷെയ്ഡ്സ് ഓഫ് ഗ്രേഡ് ഉണ്ടാവും. മേ ബി ഒരു 60% പുള്ളിക്ക് നല്ലതുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിൽ പുള്ളി ഹിറ്റ്ലറും സംഭവങ്ങളൊക്കെ വേറെ ലീഗാണ്. അത് വെച്ച് പുള്ളിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഹിറ്റ്ലറിനെ ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഫിംഗർ കാണിച്ചിട്ട് തെറി പറഞ്ഞു പോകല്ലേ ചെയ്യുന്നത്. പുള്ളി വേറെ സംഭവം ചെയ്യുന്നത്. ഈ പുള്ളി അത് ഒരിക്കലും ഒരു പ്രസിഡന്റ് ചെയ്യത്തില്ല. ഏത് കൺട്രിയുടെ ആണെങ്കിലും അവർ പുറകിലേക്കേ വിളിക്കത്തുള്ളൂ. ഈ പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പരും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി ഇപ്പരും മീഡിയയുടെ ഫ്രണ്ടിൽ പറയുന്നുണ്ട് പുള്ളി പൊട്ടറാണ്, മണ്ടറാണ്, സംഭവം പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അതാ പറഞ്ഞ ഇങ്ങനെ ആരും റിയാക്ട് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ റെസ്പോണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാം. കാരണം ആ കൺട്രിയുടെ പ്രസിഡന്റ് ആണ്, അവിടെ അത്ര പബ്ലിക്കായിട്ട് ഓപ്പൺലി നിന്ന് തെറി പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പുള്ളി എന്താ പറഞ്ഞു പിന്നെ ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇട്ടത്. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. പുള്ളിയുടെ നോയ്സ് മാറ്റി വെക്കുവാണെങ്കിൽ, പുള്ളിയുടെ ആക്ഷൻ നോക്കുവാണെങ്കിൽ മേ ബി പുള്ളിയുടെ കുറേ ഷെയ്ഡ് ഓഫ് ഗ്രേ ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. പുള്ളിയുടെ പ്രതിമ പണിയും, പക്ഷേ US ഇസ്രായേൽ പണി ഓർമ്മ ചിലപ്പോൾ അറിയത്തില്ല. കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് മേ ബി പുള്ളി കറക്റ്റായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്ത് അറിയത്തില്ല എവിടെ. കാരണം പുള്ളി US വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തെല്ലാം ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇതുവരെ. സോ നിങ്ങളുടെ തോട്ട്സും സംഭവങ്ങളൊക്കെ കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കാം. മേ ബി നിങ്ങൾക്കും ട്രംപിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. സോ ദാറ്റ് ബീങ് സെഡ്, ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്ക് മിസ് ചെയ്തത്. ഓക്കെ, സംഗീതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇത് ആക്ച്വലി ഞങ്ങളുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ, ഞങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് കാനഡ. ഞങ്ങൾ ഈ കൺട്രിയിൽ ആദ്യം വന്നപ്പോൾ ആൻഡ് അത് ഈ കഴിഞ്ഞ 5-6 വർഷത്തിൽ എങ്ങനെ മാറി. സോ അതാണ് ഇവിടെ വരാൻ പോകുന്നത്. സോ അത് സംഗീതം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സംഗീതം ആക്ച്വലി വന്നിട്ട് സംഗീതം വന്നിട്ട് ഇപ്പോൾ 2 വർഷം തീരാറായ 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തിനടുത്തായി. 7 വർഷം ആവാറായി. 7 കഴിഞ്ഞല്ലേ? ഓ വാവ്, നൈസ്. അപ്പോൾ 7 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ സോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഏകദേശം ഒരു സമയത്ത് വന്നത്. എല്ലാവരും സെയിം കോഴ്സും സംഭവമായിരുന്നു. ദാറ്റ് ബീങ് സെഡ്, സംഗീൻ്റെ വന്നപ്പോഴും ഇപ്പോഴത്തെയും ഇത് ടേക്ക് കാനഡ. ഈ ടോപ്പിക്ക് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെയല്ല കാനഡയുടെ തോട്ട്സ് നമുക്ക് എന്തായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു കാനഡ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, തോട്ട്സ് ഉണ്ടായിരുന്നു കാനഡ ഇങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ ഈവൻ റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനൊന്നും ആൾക്കാർ ആക്ച്വലി റിസർച്ച് ചെയ്യും കാനഡ എങ്ങനത്തെ ഒരു രാജ്യമാണ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ആൾക്കാർ നേരത്തെ തന്നെ അന്വേഷിച്ച് വയ്ക്കും ആ ഒരു വിസ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ. പക്ഷേ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. ഞാനിവിടെ എന്താ സംഭവം ഒന്നും എനിക്കൊരു ലിറ്ററലി ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ എല്ലാവരുടെയും ഒരു എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വന്നു ജസ്റ്റ് ഫസ്റ്റ് കണ്ട സംഭവം വെച്ച് അവർക്ക് തോന്നി എന്താണെന്നാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ, റോഡാണ് ആദ്യമായിട്ട് എന്തായാലും ഒരാൾ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ ഹൈവേയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മയില് ഞെട്ടിപ്പോയത്. കാരണം നമ്മൾ നാട്ടിലും എന്നാൽ ഞാൻ അങ്ങനെ നാട്ടിലല്ല, ഈവൻ കൊച്ചി എല്ലാ സ്ഥലത്തും വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അവിടെയൊക്കെ വെച്ച് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്ന് റോഡൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്ത് ഇതെവിടെ എത്തിപ്പോയി എന്ന് ഉള്ളൊരു ഇനീഷ്യൽ തോട്ടാണ് എനിക്ക് വന്നത്. ഓക്കെ, ഇത് സീനാണല്ലോ എന്നുള്ളൊരു സംഭവം. ആൻഡ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കാനഡ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കാനഡയിൽ ഓരോ സംഭവമാണെങ്കിലും നമ്മുടെ ലൈഫ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല, എനിക്കിനി നാട്ടിൽ പോയി ഈവൻ പൈസ ഉണ്ടെങ്കിലും ഒരു വെക്കേഷൻ പോലെ എന്തായാലും പോകാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം എനിക്ക് 2 വർഷമായിട്ട് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ എനിക്ക് കുറേ താല്പര്യമുണ്ട്. പക്ഷേ എനിക്കൊരു വെക്കേഷനായിട്ട് പോകാൻ മാത്രമേ താല്പര്യമുള്ളൂ. കാരണം എനിക്ക് കാനഡ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ സംഭവങ്ങളുണ്ട്, ഡെവലപ്മെൻറ്റ് കാര്യങ്ങളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ എയർ ക്വാളിറ്റി. ഈവൻ കൊച്ചിയിലാണെങ്കിലും ഇപ്പോൾ എയർ ഭയങ്കര ഷോക്കായി തുടങ്ങുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഹെൽത്തി ഒരു ലൈഫ് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇത്രയും ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു ഞാൻ. ഇവിടുത്തെ റോഡ്സ് സിസ്റ്റം, വണ്ടി പോകുന്ന സിസ്റ്റം, ആൾക്കാർ ട്രാഫിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഇതൊക്കെ
നാട്ടിലെ ട്രാഫിക് കണ്ടിട്ട് ഞാൻ വെക്കുന്ന വന്നപ്പോൾ എല്ലാവരും ലൈന് ഫോളോ ചെയ്യുന്നു, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു കറക്റ്റായിട്ട്. അതൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ബാക്കി ഷൈനോട് എടുത്ത് നമുക്ക് ചോദിക്കാം. ഞാൻ ഇവിടെ 2018 ഡിസംബർ 27-നാണ് ഇവിടെ ആയിട്ട് വന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നു. എനിക്ക് ആദ്യം നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഞാനിതുവരെ പുറത്തൊന്നും പോയിട്ടില്ല, ഇന്ത്യയുടെ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ പ്ലെയിനിലൊക്കെ കയറി വരാൻ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10,000 പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. അവിടെ സ്റ്റഡി പെർമിറ്റ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക. ഞങ്ങൾക്ക് പിന്നെ അവസാനം ക്യൂ നിൽക്കേണ്ടതില്ല, ഞങ്ങളെല്ലാവരും അവിടെ പിടിച്ചിരുത്തി എല്ലാവർക്കും സ്റ്റഡി പെർമിറ്റ് കൊടുത്തു. ഒന്നും നോക്കിയൊന്നുമില്ല, അവിടെ ഇരുന്നവർക്കെല്ലാം സ്റ്റഡി പെർമിറ്റ് കൊടുത്തു വിട്ടു. പിന്നെ ആദ്യത്തെ എൻ്റെ പേടി ഇവിടെ ഭയങ്കര തണുപ്പുണ്ടാവും എന്നൊക്കെ ആയിരുന്നു എൻ്റെ പേടി. പക്ഷേ ഞാനിവിടെ വന്ന ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു ഡബിൾ ഡിജിറ്റ് എന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇത്രയും തണുപ്പുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമായിട്ടുണ്ടായ എക്സ്പീരിയൻസ്, എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിട്ടൊരു പുള്ളി മലയാളിയായിരുന്നു. എന്നോട് നാട്ടിൽ വെച്ച് സെറ്റ് ചെയ്താൽ, എന്നോട് നാട്ടിൽ വെച്ച് പറഞ്ഞു $50 കൊടുത്താൽ മതി വീട്ടിൽ കൊണ്ട് വിട്ടോളെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എന്നോട് $100 വെച്ച ആൾ. അത് നമ്മുടെ സ്വന്തം മലയാളിയായിരുന്നു. അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഷിരഡൻ കോളേജിൻ്റെ താമസിച്ചിട്ടുണ്ടേ, ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവും. അത് ഊബർ എടുക്കുമായിരുന്നു എനിക്ക് $30 $20 ആയതിനെ. എന്നെ അയാൾ $100 മേടിച്ചു. എന്നോട് ഒന്നും പറഞ്ഞില്ല, കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാനും കൊടുത്തു. ഞാൻ ആദ്യമായിട്ട് വന്നിറങ്ങിയുള്ളൂ, ഞാൻ തിരക്കിയൊന്നും പോയില്ല, $100 കൊടുത്തു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സ്കാം ചെയ്താണ് തുടങ്ങിയിടുന്നത്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ആൻഡ് ഇപ്പം എങ്ങനെ ചേഞ്ച് ചെയ്തത്? ഇപ്പോൾ ഇവിടെ സിസ്റ്റം നമ്മുടെ പഠിച്ചോ? സ്വന്തം രാജ്യം പോലൊക്കെ ആയി. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് മനസ്സിലായി വന്നു. ഇവിടുത്തെ തണുപ്പ് മാത്രമേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായി പോകുന്നു. നാട്ടിൽ നിന്ന് വന്നത് നന്നായിട്ട് നാട്ടിൽ നന്നായി തന്നെ തോന്നുള്ളൂ. ഓക്കെ. അപ്പം നീ ആശാൻ്റെ കാറ്റഗറിയിലല്ല, നിനക്ക് എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നത് തന്നെ ആദ്യം ഒരു താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് കയറി വരാനായിട്ട്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായത് നോക്കി ഇവിടെ വരുന്നു. ഓക്കെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നും അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാം. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് നേച്ചറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ. ഞങ്ങളത് ഉദ്ദേശിച്ചത്. ഓക്കെ, വാട്ടെവർ. പക്ഷേ സ്കൈ സ്ക്രൈപ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെയായിരിക്കും ഇവിടെ ഫുള്ള്. വന്നിറങ്ങി ഞാൻ പറയാൻ പോകുന്ന എക്സ്പീരിയൻസ് കോളേജിൽ പോയപ്പോഴത്തെ, ഞാൻ അവിടെ അങ്ങോട്ട് ആ ഒരു ഏരിയയിലോട്ട് എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഓർത്ത് ഞാനിപ്പോൾ കാനഡയിലാണോ അതോ പഞ്ചാബിലാണോ എന്നായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരു കോളേജിലാണ് പഠിച്ചത്. അവിടെ കനഡിയൻസ് എന്ന് പറയുന്ന സാധനം കാണുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിരുന്നു 2018-19. സോ അപ്പോൾ അന്നേരം തന്നെ നമ്മുടെ പെട്ടെന്നൊരു മൈൻഡ് അങ്ങ് മാറിപ്പോയി. കാരണം ഒരു താല്പര്യമില്ലാണ്ട് ഇവിടെ വന്നിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ഇരുന്നപ്പോൾ ഇതാണ് ആദ്യം കാണുന്നത്. അത് എനിക്ക് ഒന്നാമത്തെ കാര്യം ഹിന്ദി സംസാരിക്കാൻ അറിയില്ല, മനസ്സിലാവും. സോ നമുക്ക് ഇവരോടൊന്നും പോലും നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ തിരിച്ചൊന്നെങ്കിൽ പഞ്ചാബിലായിരിക്കും മറുപടി പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആദ്യമേ മൂഡ് പോയായിരുന്നു. പിന്നെ പക്ഷേ എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ എനിക്കിവിടെ വീട്ടുകാരുണ്ട്. സോ അപ്പോൾ ഞാൻ അവരോടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. അത്ര ഹോം സിക്നസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് വന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഷൗട്ട് ഔട്ട് ടു മമ്മിയായിരുന്നു എന്നെ പറഞ്ഞു വിട്ടത് ഇങ്ങോട്ട്. സോ ഇൻ ടേംസ് ഓഫ് പേഴ്സൺ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആസ് എ പേഴ്സൺ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ്. നാട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പിന്നെ നമുക്ക് ചുറ്റുമുള്ള ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സർക്കിൾ, നമ്മുടെ ഫ്രണ്ട്സ്, അതും ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഇല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫ് ഭയങ്കര ശോകമായിരിക്കും. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശോക ലൈഫ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരു 6 മാസം നമ്മൾ പുറലോകം കാണുമല്ലോ. അടുത്ത 6 മാസം ഡിപ്രഷൻ പ്ലസ് ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ കൂടി ഭയങ്കര ഇതാണ്. സോ അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ഇംപ്രഷൻ. ആദ്യം വന്നപ്പോൾ അത്ര നല്ല ഇംപ്രഷൻ അല്ലായിരുന്നു. ബട്ട് ഓൺ ഗോയിങ് ഇപ്പോൾ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ കറൻ്റ്ലി ഈ രാജ്യത്ത് ജീവിക്കാൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയും. അത് ഫ്യൂച്ചറാണ്. സോ അപ്പം അത് പിന്നെ നോക്കാം. എനിക്കെന്താ, ഞാൻ ആദ്യം വന്നിറങ്ങിയപ്പോൾ കണ്ടത് മഞ്ഞ. സത്യം പറ, ആദ്യമായിട്ട് മഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ സംഭവം പോലെ തോന്നി. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു, കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വീഡിയോ, നടക്കുന്ന വീഡിയോ. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു മഞ്ഞിൻ്റെ സംഭവം. പക്ഷേ ആദ്യത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് മഞ്ഞ് അത്ര സുഖം തോന്നിയില്ല. നല്ല തണുപ്പാ, സഹിക്കാൻ പറ്റാത്തൊരു ഇത് തോന്നി. പിന്നെ ഇവന്മാരൊക്കെ പറഞ്ഞ പോലെ ഈ റോഡിൻ്റെ സംഭവം, അയ്യോ അത് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ആ വണ്ടികളൊക്കെ വരുന്നത് കാണും, ഒരുമാതിരി സ്കൂളിൽ നിന്ന് അസംബ്ലി വിട്ട പോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നു. നാട്ടിലൊന്നും കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് എൻ്റെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാനതങ്ങനെ കാണുന്നത്. അപ്പോൾ ബസ്സിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതിവിടെ സ്ഥിരം ഇങ്ങനെയാണോ? അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷി, ആളുടെ പേര് പറയുന്നില്ല, അല്ല മലയാളിയായിരുന്നു. പുള്ളി പറയല്ല, ഇവിടെ പുള്ളി നേരത്തെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വണ്ടി വരുന്നത്, നാട്ടിലെ കൂട്ടല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കത് അതൊക്കെ തന്നെ വലിയ ഒരു അതിശയം പോലെ. പിന്നെ പ്രത്യേകിച്ച് ബസ്സിൽ കയറുന്ന സംഭവം, ബസ്സിൽ കയറും നാട്ടിലേക്കാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറാൻ വന്നാൽ പുറകെ വരുന്നൊരു ഇടിച്ചങ്ങ് നമ്മൾ തെറിച്ചിട്ടിട്ട് കയറിപ്പോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. നമ്മളാണ് ആദ്യം വന്നതെങ്കിൽ അവൻ പറയും
പൊക്കോ എന്ന് പറയും. അല്ല അവരാണ് ആദ്യം വന്നതെങ്കിൽ നമ്മുടെ മൊത്തോട്ടം നോക്കും, പോകുന്നോ, ഞാൻ പറയില്ല പൊക്കോ. അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, അത് അങ്ങനെ അതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കയറിപ്പൊക്കോ, ബസ്സിലൊക്കെ കയറിപ്പൊക്കോ എന്നൊക്കെ പറയുന്നൊന്നും, അതും എനിക്ക് ഭയങ്കര ഒരു സംഭവം പോലെ തോന്നി, അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വേറെന്താ, പിന്നെ ഇപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പുറത്തോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന കാനഡയിലേക്കാണ്. അത് എനിക്കങ്ങനെ പുറത്തോട്ട് പോകണമെന്നാണ്. ഞാനൊരു സ്കൂളിൽ നിന്ന് പോലും അങ്ങനെ ട്രിപ്പൊന്നും അങ്ങനെ പോകുന്ന കൂട്ടത്തിലായിരുന്നു. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങും ഒരു 1 ഡേ മാത്രമേ പോയിട്ടുള്ളൂ, 2 ഡേക്കൊന്നും എങ്ങും പോയിട്ടൊന്നുമില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിന് പുറത്തേക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വന്നു, ഇവിടെ ഇഷ്ടപ്പെട്ടു, എനിക്കിപ്പോൾ തിരിച്ചു പോകാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ കൊണ്ടുവന്നു, ഞാനും അമ്മയും കൂടെ ഉണ്ട് ഇവിടെ താമസിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തിരിച്ചു പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നാൽ കുറേ അടിപൊളിയായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ വേറെ അതിലൊപ്പം തന്നെ ഷൗട്ട് ഔട്ട് ടു ഞങ്ങളുടെ ഒരു സർക്കിളാണ്. ഞങ്ങൾപ്പം തന്നെ ഒരു ചെറിയൊരു ഇച്ചിരി ഒരു വലിയ സർക്കിളും കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്നത്. അത് ഒരു വേറെ ഞങ്ങളുടെ ചെറിയ ഫ്രണ്ട് സർക്കിളാണ്. സോ അവരെല്ലാവരും ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് വരുന്നു. എല്ലാവരും മിക്കവരും തന്നെ സെയിം കോഴ്സ്, ഒരുമിച്ചൊരു വീട്ടിൽ സംഭവങ്ങൾ. സോ ആ ഒരു വർഷങ്ങളടുത്ത് 5-6 വർഷങ്ങൾ ഹോപ്പ്ഫുള്ളി ആരെങ്കിലുമൊക്കെ വരാനും കൂടെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിനെ കിട്ടുവാണെങ്കിൽ തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ഒന്നും അറിയില്ലാതെ കുറേ മണ്ടത്തങ്ങൾ കാണിക്കാൻ പറ്റിയ ഫ്രണ്ട്സ്. സോ അത് ജസ്റ്റ് എൻ്റെ തോട്ട്സ് ആടിയുവാണെങ്കിൽ, സോ ഞാൻ കാനഡയിൽ കയറി വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാനായിരുന്നു. സെയിം സത്യമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര വേണമെങ്കിലും മിസ്റ്റേക്സ് കാണിക്കായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഓപ്പൺ കൺട്രി, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് മിസ്റ്റേക്ക് കാണിക്കാം. എനിക്ക് കുറച്ച് ഹിന്ദി അറിയായിരുന്നു, അപ്പം അങ്ങനെ മാനേജ് ചെയ്യാം. ആൻഡ് എന്നെക്കൊണ്ട് പറ്റിയതൊക്കെ ഞാൻ ചെയ്തു 1-2 വർഷങ്ങളിൽ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് സർവൈവ് ചെയ്യാൻ ഭയങ്കര ഈസിയായി. ജസ്റ്റ് ഒരു ജോലി ഉണ്ട്, ഒരു പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ വരും. ആ ഒരു പൈസ വെച്ച് കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം ആ സമയത്ത് എനിക്കൊന്ന് ടിമോട്ടൻസിൽ ഒരു റാപ്പ് വാങ്ങാൻ $4 ഉള്ളൂ. മിനിമം പേ എനിക്കൊന്ന് $14 ഉണ്ട്. അപ്പോൾ ആ പൈസ വെച്ചിട്ട് അവിടെ പോവാം, ഇത് ചെയ്യാം, വേറെ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ദെൻ പിന്നെ സമയത്തിനൊപ്പം പിന്നെ ഇന്ന് ചില സംഭവങ്ങൾ വന്നപ്പോഴത്തേനും പിന്നെ ഈ കൺട്രി എനിക്ക് ഇഷ്ടമുള്ളതായി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പൈസ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ടാക്സ്, അത് കുറേ സംഭവം വന്നപ്പോഴത്തേനും ഓക്കെ ഇതിലും പ്രത്യേകിച്ച് സിസ്റ്റം വേറെ ഇല്ലാതെ എനിക്ക് തോന്നിപ്പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഇന്നവേ ആഗ്രഹം ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാനും ഹോപ്പും ഫ്യൂച്ചറും എല്ലാം ഉള്ളൊരു കൺട്രിയാണ് കാനഡ. അപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് സംഭവങ്ങളുണ്ട്, കുറേ ഓപ്പൺ. കാര്യം US പോലെ കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല. സത്യം പറയുവാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറേ ഓപ്പൺ സ്പേസ് ഉണ്ട്, കുറേ ഓപ്പൺ ഫീൽഡുകളുണ്ട്. പക്ഷേ ജസ്റ്റ് അതിന് ചെയ്യാനുള്ള ആഗ്രഹം വേണം. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ഫേസിൽ. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഫേസ് ഹാപ്പി ആയിരുന്നു. സെക്കൻഡ് ഫേസ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, സോ ഹേറ്റ് ചെയ്തു. ആൻഡ് തേർഡ് ഫേസിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ ആഡ് ചെയ്തായിരുന്നോ? ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു സംഭവം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എല്ലാവരും ടിമോട്ടൻസിൽ പോയി ചായ മേടിക്കുന്നുണ്ട്. അതിവിടുത്തെ ഒരു ആചാരം കേട്ടോ. ആദ്യം വന്നു കഴിഞ്ഞാൽ അതും ഫ്രഞ്ച് വാനിലേ ആയിരിക്കണം, എല്ലാവരും ആദ്യം ഫ്രഞ്ച് വാനിലേ ഓർഡർ ചെയ്യണേ. അല്ല, അപ്പോൾ അമ്മമാരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും, എല്ലാവരും മേടിക്കാൻ നിൽക്കും. അപ്പം ഞാൻ പൈസ ഒന്നും കൊണ്ടുപോകുന്നില്ല. അടിച്ച ചായ പറഞ്ഞു. ഞാൻ $1 കൊണ്ടുപോകുന്നില്ല. ഞാനിങ്ങനെ കൈം വീശിയാണ് വന്നത്. അപ്പം ഇവൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവനാണെങ്കിൽ വന്നുമില്ല. ഞാൻ ടീഷർട്ട് ഇട്ടുകൊണ്ട് പുറത്ത് നിൽക്കുമോ എയർപോർട്ടിൻ്റെ പുറത്ത്. ഭാഗ്യത്തിനൊന്നും തണുപ്പൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഒരു സംഭവം എല്ലാവരും ക്യാഷ് കൊണ്ടുവരുമായിരുന്നു. ഞാനും ഇപ്പോൾ ഓർത്ത് കുറച്ച് ക്യാഷ് കൊണ്ടുവരുമായിരുന്നു, ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ വന്നിട്ട് ചായ മേടിച്ചത് അപ്പോൾ ഹാപ്പിയായി. സോ ഗൈസ്, ദാറ്റ് ബീൻ സെഡ്, ഇന്നത്തെ ഞങ്ങൾ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടോപ്പിക്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വീക്കുമാണ് ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ. ഇത് ഞങ്ങളുടെ എപ്പിസോഡ് നമ്പർ 2 ആണ്. എപ്പിസോഡ് നമ്പർ 1 ഇതിലായിട്ടും വന്നില്ല. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു 2 ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എഡിറ്റിൻ്റെയും അവരുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് അവർ ഇച്ചിരി ഡിലേ ആണ് ഈ സംഭവത്തിൽ. പക്ഷേ കുഴപ്പമില്ല, എനിക്കൊന്ന് അടുത്ത ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ലൈനപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇടയ്ക്ക് ഒരു എപ്പിസോഡ് നമ്പർ 2 ചെയ്തായിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഇത് ആക്ച്വലി ഒഫീഷ്യലി എപ്പിസോഡ് നമ്പർ 2 ആകാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി എല്ലാ വീക്കിലും വരുന്നുണ്ടാവും. വൈശാഖ് എനിക്കൊന്ന് 2-3 ദിവസം കഴിയുമ്പോൾ നാട്ടിൽ പോകും. അപ്പം മിക്കവാറും 3, 4, 5 എപ്പിസോഡിൽ ചിലപ്പോൾ വൈശാഖ് കാണത്തില്ല. പക്ഷേ 2 എപ്പിസോഡിലുണ്ട്. തിരിച്ചു വന്നോണം, അത് കഴിഞ്ഞാൽ വരും ഗൈസ്. 2 ആഴ്ചത്തേക്ക് നാട്ടിൽ പോകും. അപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സംഭവങ്ങൾ റാപ്പിയാണ്. സോ ഇത് പ്രോബബ്ലി ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്കവാറും ഒരാഴ്ച ഉണ്ടായിരുന്നു നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എനിവേസ്, നിങ്ങളുടെ തോട്ട്സും കമൻറ്റും എല്ലാം പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ സംഭവം ഉണ്ടെങ്കിൽ പറയുക. ഞങ്ങളിതുപോലെ ഞങ്ങളുടെ ഇമ്മച്യൂർ ആയിട്ടുള്ള, ഞങ്ങൾക്ക് അത്രയും ഫുള്ളി ഇവോൾവ് ആയിട്ടുള്ള ഒറ്റയേക്കാൾ ഞങ്ങൾ തരുന്നുണ്ടാവും ഫ്യൂച്ചറിലാണെങ്കിലും. അപ്പോൾ അതിൽ എഗ്രി ചെയ്യുന്നവർ പ്ലീസ് ഡു, ഡിസഗ്രി ചെയ്യുന്നവർ പ്ലീസ് ഡു, എന്തുകൊണ്ട് ഡിസഗ്രി ചെയ്യുന്നുള്ള സംഭവം പറയുക. ആൻഡ് ദാറ്റ് ബീങ് സെഡ്, ഞങ്ങൾ റാപ്പ് അപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ.